നമസ്കാരം. ക്രാക്ക് JRFൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ 2004 മുതൽ 2024 ജൂണിൽ ക്യാൻസൽ ചെയ്ത പരീക്ഷയിലെ വരെ വ്യാകരണം, ഭാഷാശാസ്ത്രം ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചെമ്പ് അധികം ഏട്, ചെപ്പേട്. ചെമ്പ് പ്ലസ് ഏട്, ചെപ്പേട്. ഈ വർണ്ണവികാരത്തിലെ മാറ്റം എന്ത്? ഈ വർണ്ണവികാരത്തിലെ മാറ്റം അനുനാസികാതിപ്രസരം, ഖരാദേശം, അനുനാസിക സംസർഗം, താലവ്യാദേശം. അനുനാസികാതിപ്രസരം, ഖരാദേശം, അനുനാസിക സംസർഗം, താലവ്യാദേശം. ഉത്തരം ഖരാദേശമാണ്. ഖരാദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്ഷരമാലയിൽ വ്യഞ്ജനാക്ഷരങ്ങളിൽ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഖരം, അധികരം, ഊഷ്മാവ് ഇവയിലൊന്ന് പരമായിട്ട് വന്നാൽ അന്ത്യത്തിലും അതുപോലെ പദമധ്യത്തിലും ദൃഢത്തിന് ഖരം ആദേശമായി വരും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ചെമ്പ് പ്ലസ് ഏട് എന്ന് പറയുമ്പോൾ ഇവിടെ ഖരം ആദേശിക്കുകയാണ്. അതാണ് ഈ ഖര ആദേശം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, രണ്ട് കർമ്മമുള്ള ക്രിയയുടെ പേര്. രണ്ട് കർമ്മമുള്ള ക്രിയയുടെ പേര്. സമ്പത്തിക്രിയ, പ്രയോജകക്രിയ, വിശിഷ്ടക്രിയ, ഖിലക്രിയ. ഉത്തരം വിശിഷ്ടക്രിയയാണ്. ദ്വികർമ്മകക്രിയ എന്ന് മറ്റൊരു പേരുണ്ട്. വിശിഷ്ടക്രിയ എന്ന് പറഞ്ഞാൽ രണ്ട് കർമ്മമായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അടുത്ത ചോദ്യം, പൂ പുകിരെ, തല്ലിരെ, മണ്ടിരെ എന്നീ രൂപങ്ങളെ സാധൂകരിക്കുന്ന ലീലാതിലക സൂത്രം ഏത്? പൂ പുകിരെ, തല്ലിരെ, മണ്ടിരെ എന്നീ രൂപങ്ങളെ സാധൂകരിക്കുന്ന ലീലാതിലക സൂത്രം ഏത്? സന്ദർഭേ സംസ്കൃതീകൃതാച, സംസ്കൃതം തു സർവത്ര, അന്തേ വികൃതം, സംസ്കൃതം സംസ്കൃതരൂപ, ലോപശ്ച. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സന്ദർഭേ സംസ്കൃതീകൃതാചയാണ്. സന്ദർഭേ സംസ്കൃതീകൃതാച. അടുത്ത ചോദ്യം, വെണ്ടിങ്കൽ എന്നതിലെ സന്ധിയെ സാധൂകരിക്കുന്ന ലീലാതിലക സൂത്രം. വെണ്ടിങ്കൽ എന്നതിലെ സന്ധിയെ സാധൂകരിക്കുന്ന ലീലാതിലക സൂത്രം. നസ്തസ്യ ടഹ, ലോനഹ, ലോപശ്ച, ലനയോഹോ കജപേഷുറഹ. നസ്തസ്യ ടഹ, ലോനഹ, ലോപശ്ച, ലനയോഹോ കജപേഷുറഹ. ഉത്തരം നസ്തസ്യ ടഹയാണ്. നസ്തസ്യ ടഹ. അതായത് ന എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ നകാരത്തെ തുടർന്ന് വരുന്ന ത എന്ന അക്ഷരം ടായായിട്ട് മാറുന്നു. ടായായിട്ട് മാറുന്നു. ന പ്ലസ് ത അവിടെ ടായായിട്ട് മാറിയിട്ട് ന പ്ലസ് ഠ, അതാണ് ഇണ്ട എന്നുള്ള അക്ഷരമായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ഒരു ചേർക്കുന്ന ഈ സമയത്ത്, സന്ധി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം നായുടെ ഒരു നാ വരുന്ന ഒരു വാക്കും അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ താ വരുന്നൊരു വാക്കുമാണെങ്കിൽ അത് ഒരുമിച്ച് എഴുതുമ്പോൾ ഇണ്ട എന്ന് നടുക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് ഈ ഒരു നസ്തസ്യ ടഹ എന്നുള്ള ആ ഒരു സന്ധി അല്ലെ ആ സന്ധിയിലെ സൂത്രമായിട്ട് ലീലാതിലകത്തിൽ വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, കാടോ നാടോ എന്നിടത്ത് ഓ. കാടോ നാടോ എന്നിടത്ത് ഓ. സമുച്ചയ നിപാതം, വികൽപ്പ നിപാതം, വിഭക്തി പ്രത്യയം, വ്യാക്ഷേപകം, വികൽപ്പ നിപാതമാണ് ഈ ഉത്തരമായിട്ട് വരുന്നത്. സമുച്ചയ നിപാതവും വികൽപ്പ നിപാതവും, നിപാതത്തിൻ്റെ
തരംതിരിവുകളാണവ. ഉത്തരം വരുന്നത് വികൽപ്പ നിപാതമാണ്. ഓ, കാടോ നാടോയിലെ ഓ. അടുത്ത ചോദ്യം, സംവൃതോകാരത്തെ സ്വരമായി പരിഗണിച്ച വൈയാകരണൻ. സംവൃതോകാരത്തെ സ്വരമായി പരിഗണിച്ച വൈയാകരണൻ ആരാണ്? ലീലാതിലകകാരൻ, കേരള പാണിനി, ആർ.ഇ. ആഷർ, പ്രഭാകര വാര്യർ. ഉത്തരം ലീലാതിലകകാരനാണ്. ഉത്തരം ലീലാതിലകകാരൻ. അടുത്ത ചോദ്യം, ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ. തുളു, കൊങ്കിണി, തോഡ, ബ്രാഹുയി. തുളു, കൊങ്കിണി, തോഡ, ബ്രാഹുയി. ഉത്തരം കൊങ്കിണിയാണ്. ഉത്തരം കൊങ്കിണി. ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു നിർമ്മിച്ചത് ആര്? ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു നിർമ്മിച്ചത് ആരാണ്? ഈ ചോദ്യം റിപ്പീറ്റഡ് ആണ്. എമിനോ, ബറോ, റോബർട്ട് കാൽഡ്വെൽ, എമിനോയും ബറോയും. ഉത്തരം എമിനോയും ബറോയും കൂടിയാണ്. ദ്രവീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറിയാണ് അവരുടെ നിരുക്തി നിഘണ്ടുവിൻ്റെ പേര് വരുന്നത്. ദ്രവീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി. അടുത്ത ചോദ്യം, ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി. ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? എ.സി. ശേഖർ, എൽ.വി. രാമസ്വാമി അയ്യർ, ആർ.ഇ. ആഷർ, എസ്.കെ. ചാറ്റർജി. ഉത്തരം എൽ.വി. രാമസ്വാമി അയ്യറാണ്. എൽ.വി.ആർ. രാമസ്വാമി അയ്യർ. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ കൂടി ചോദിക്കാറുണ്ട്. ഗ്രാമറിൻ ലീലാതിലകം ചോദിച്ചിട്ടുണ്ട്. ഗ്രാമറിൻ ലീലാതിലകം. ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി എന്നുള്ള ചോദ്യം വരുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചേരുംപടി വരാറുണ്ട്. ഇവല്യൂഷൻ ഓഫ് മലയാളം അത് രചിച്ച ആളാണ് എ.സി. ശേഖർ. എ.സി. ശേഖറിൻ്റെ കൃതി എവല്യൂഷൻ ഓഫ് മലയാളമാണ്. അടുത്ത ചോദ്യം, ദ്രാവിഡ ഭാഷകളുടെ താരതമ്യം വ്യാകരണം രചിച്ചത്. ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം രചിച്ചത് വി.എ. സുബ്രഹ്മണ്യം, വി.എച്ച്. കൃഷ്ണമൂർത്തി, പി.എ. സുബ്രഹ്മണ്യം, എസ്.വി. ഷൺമുഖം. ഉത്തരം എസ്.വി. ഷൺമുഖമാണ്. അടുത്ത ചോദ്യം ശരിയായി ചേർത്തെഴുതിയ ചേരുംപടിയാണ്. ചെന്തമിഴിൽ നിന്ന്, കൊടുന്തമിഴിൽ നിന്ന്, മധ്യകാല തമിഴിൽ നിന്ന്, മുത്തമിഴിൽ നിന്ന്. ചെന്തമിഴിൽ നിന്ന്, കൊടുന്തമിഴിൽ നിന്ന്, മധ്യകാല തമിഴിൽ നിന്ന്, മുത്തമിഴിൽ നിന്ന്. ലീലാതിലകകാരൻ പി. ശങ്കരൻ നമ്പ്യാർ, ഇളംകുളം കുഞ്ഞൻപിള്ള, എൽ.വി.ആർ., എ.ആർ. രാജരാജവർമ്മ. ഇവിടെ നൽകിയിരിക്കുന്ന ഭാഷോൽപത്തി വാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ്. ചെന്തമിഴിൽ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിലാണ് ചെന്തമിഴിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായി വന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. കൊടുന്തമിഴിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് എ.ആർ. രാജരാജവർമ്മയാണ്. കേരള പാണിനീയത്തിൻ്റെ പീഠിക, കേരള പാണിനീയം പീഠികയിലാണ് നമുക്കത് കാണാൻ കഴിയുക. മധ്യകാല തമിഴിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് എൽ.വി.ആർ. ആണ്. എൽ.വി. രാമസ്വാമി അയ്യർ. അദ്ദേഹത്തിൻ്റെ കൃതി കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു, ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി. മുത്തമിഴിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത് ലീലാതിലകകാരനാണ്. ലീലാതിലകത്തിലാണ് മുത്തമിഴിൽ നിന്നാണ് മലയാള ഭാഷ. അവിടെ നമുക്ക് മലയാളം എന്നൊരു പദം കാണാൻ കഴിയില്ല. മലയാളം എന്നൊരു സംജ്ഞ അവിടെ ഉപയോഗിച്ചിട്ടില്ല, ലീലാതിലകത്തിൽ ഉപയോഗിച്ചിട്ടില്ല. കേരള ഭാഷ എന്നൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, എൽ.വി. രാമസ്വാമി അയ്യരുടെ എ പ്രൈമർ ഓഫ് മലയാളം ഫോണോളജി, എ പ്രൈമർ ഓഫ് മലയാളം ഫോണോളജി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് ദ്രവീഡിയൻ ലിംഗ്വിസ്റ്റിക്സ്, ദ്രാവിഡ സർവകലാശാല കുപ്പം, കോഴിക്കോട് സർവകലാശാല, കേരള സാഹിത്യ അക്കാദമി. ഉത്തരം
കേരള സാഹിത്യ അക്കാദമിയാണ്. അടുത്ത ചോദ്യം, AC ശേഖരുടെ എവല്യൂഷൻ ഓഫ് മലയാളം എന്ന ഗവേഷണ പ്രബന്ധത്തിൻ്റെ വിഷയം. AC ശേഖരുടെ ഇവല്യൂഷൻ ഓഫ് മലയാളം എന്ന ഗവേഷണ പ്രബന്ധത്തിൻ്റെ വിഷയം മലയാള ഗദ്യത്തിൻ്റെ വളർച്ച, മലയാള കാവ്യഭാഷയുടെ വളർച്ച, മലയാള ശാസനങ്ങളുടെ ഭാഷ, മലയാള ഭാഷയുടെ ഉത്ഭവം. ഉത്തരം മലയാള ശാസനങ്ങളുടെ ഭാഷയാണ്. മലയാള ശാസനങ്ങളുടെ ഭാഷ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ. താഴെ പറയുന്നവയിൽ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെടാത്ത ഭാഷ. ഹിന്ദി, കൊങ്ങിണി, സംസ്കൃതം, തുളു. ഹിന്ദി, കൊങ്ങിണി, സംസ്കൃതം, തുളുവാണ് നൽകിയിരിക്കുന്നത്. ഉത്തരം തുളുവാണ് ഉത്തരം. ദക്ഷിണ ദ്രാവിഡത്തിൽ ഉൾപ്പെടുന്ന ഭാഷയാണ് തുളു. അതുപോലെ കന്നഡ എന്ന് നമ്മൾ പറയുന്നു, ഒക്കെ ആ ഒരു ഇതിൽ വരുന്നതാണ് തുളു. അടുത്ത ചോദ്യം, ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം രചിച്ചവർ. ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം രചിച്ചവർ. കാൾഡ്വൽ, കിറ്റൽ ബറോ, കാൾഡ്വൽ, ഷൂൾബ്ലേക്ക്, ഗുണ്ടർട്ട്. കാൾഡ്വൽ, ഷൂൾബ്ലേക്ക്, കൃഷ്ണമൂർത്തി. കാൾഡ്വൽ, ആൻഡ്രനോവ്, LV രാമസ്വാമി അയ്യർ. ഉത്തരം കാൾഡ്വൽ, കിറ്റൽ ബറോയാണ്. കാൾഡ്വൽ, കിറ്റൽ ബറോയാണ്. ഈ 3 പേരും എന്ത് ചെയ്തിട്ടുണ്ട്? താരതമ്യ വ്യാകരണം രചിച്ചിട്ടുണ്ട്. കാൾഡ്വലിൻ്റെയാണ് കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് മലയാളം എന്ന് വരുന്നത് പുസ്തകം. ദ്രാവിഡ ഭാഷകളുടെ തുലനാത്മക വ്യാകരണം അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് SK നായരാണെന്നാണ് ഓർക്കുന്നത്. ഇനി എമിനോ ബറോയിലെയാണ് ഈ ബറോ. നമ്മൾ പറഞ്ഞു ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു നിർമ്മിച്ചതാണ് അദ്ദേഹം. അതേ ചോദ്യം പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു നിർമ്മിച്ചവർ എമിനോയും ബറോയുമാണ്. ഓപ്ഷനിൽ എല്ലിസ്, കാൾഡ്വൽ, ഗുണ്ടർട്ട്, കിറ്റൽ, SK ചാറ്റർജി, കൃഷ്ണമൂർത്തി, എമിനോ ബറോ എന്നിവരാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, കാൾഡ്വലും ബറോയും കിറ്റലിൻ്റെ പുസ്തകം ഏതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ 2 പേരുടെ പുസ്തകങ്ങൾ നമുക്കറിയാം. അടുത്ത ചോദ്യം ചേരുംപടിയിൽ നിന്നുള്ള ചോദ്യമാണ്. ശാസന ഭാഷയെക്കുറിച്ചുള്ള അഭിപ്രായവും അത് അവതരിപ്പിച്ചവരുമാണ് പട്ടികകളിൽ നൽകിയിരിക്കുന്നത്. രാജഭാഷയിൽ വ്യവഹാര ഭാഷ നുഴഞ്ഞു കയറിയതാണ് ശാസന ഭാഷ. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണ്. രാജഭാഷയിൽ വ്യവഹാര ഭാഷ നുഴഞ്ഞു കയറിയതാണ് ശാസന ഭാഷ. 2, ശാസന ഭാഷയിൽ കേരള പാണിനിയുടെ നയങ്ങൾ ക്രമമായി പ്രവർത്തിക്കുന്നത് കാണാം. ശാസന ഭാഷയിൽ കേരള പാണിനിയുടെ നയങ്ങൾ ക്രമമായി പ്രവർത്തിക്കുന്നത് കാണാം. എല്ലാ ശാസനങ്ങളും മലയാള ഭാഷാ ചരിത്ര പഠനത്തിന് ഉപകരിക്കുന്നവയല്ല. എല്ലാ ശാസനങ്ങളും മലയാള ഭാഷ ചരിത്ര പഠനത്തിന് ഉപകരിക്കുന്നവയല്ല. മലയാള ശാസനങ്ങൾ സാംസ്കാരിക സമന്വയത്തിൻ്റെ പ്രതീകങ്ങളാണ്. മലയാള ശാസനങ്ങൾ സാംസ്കാരിക സമന്വയത്തിൻ്റെ പ്രതീകങ്ങളാണ്. പട്ടിക 2 ഇളംകുളം കുഞ്ഞൻപിള്ള, CL ആൻ്റണി, KN എഴുത്തച്ഛൻ, MGS നാരായണൻ, AC ശേഖർ, ശൂരനാട്ട് കുഞ്ഞൻപിള്ള എന്നിവരെയാണ് നൽകിയിരിക്കുന്നത്. 6 പേരുണ്ട് പട്ടിക 2. രാജഭാഷയിൽ വ്യവഹാര ഭാഷ നുഴഞ്ഞു കയറിയാണ് ശാസനഭാഷ എന്ന് പറഞ്ഞിരിക്കുന്നത്. സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന കൃതിയിൽ എഡിറ്റർ ഡോക്ടർ KM ജോർജാണ്. അതിൽ ഭാഷാഗദ്യം എന്നുള്ള മേഖല കൈകാര്യം ചെയ്തത് CL ആൻ്റണിയാണ്. ഭാഷാ സംക്രമണവാദം അവതരിപ്പിക്കുന്നത് അവിടെയാണ് ഈ ഒരു വരി നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത്, ശാസന ഭാഷയിൽ കേരള പാണിനിയുടെ നയങ്ങൾ ക്രമമായി പ്രവർത്തിക്കുന്നത് കാണാമെന്ന് പറഞ്ഞത് AC ശേഖറാണ്.
ഇവല്യൂഷൻ ഓഫ് മലയാളമാണ് അദ്ദേഹത്തിൻ്റെ കൃതിയെന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നല്ലോ. അടുത്തത്, എല്ലാ ശാസനങ്ങളും മലയാള ഭാഷാ ചരിത്ര പഠനത്തിന് ഉപകരിക്കുന്നവ അല്ല എന്ന് പറഞ്ഞത് ഇളംകുളം കുഞ്ഞൻ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയും പറഞ്ഞിരുന്നു. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിലാണ് ശാസന ഭാഷയെക്കുറിച്ച് അദ്ദേഹം പഠിക്കുന്നത്. മലയാള ശാസനങ്ങൾ സാംസ്കാരിക സമന്വയത്തിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ MGS നാരായണനാണ്. കേരള ചരിത്രത്തിൻ്റെ അടിസ്ഥാന ശിലകൾ എന്നുള്ള കൃതിയിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കൃതികളിൽ വരുന്നതാണ് പെരുമാൾസ് ഓഫ് കേരള, അതുപോലെ ഹിസ്റ്ററി ഓഫ് കാലിക്കറ്റ്, റിവേഴ്സ്ഡ് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് വാസ്കോ ഡ ഗാമ കാപ്പാടല്ല കപ്പലിറങ്ങിയത് എന്നുള്ളത് തെളിയിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഒരു PhD തീസീസ് വരുന്നത്. ഡോക്ടർ MGS നാരായണൻ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല ചോദ്യങ്ങളുമുണ്ട്. അടുത്ത ചോദ്യം, ഭാരതത്തിന് പുറത്തു മാത്രം പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ ഏത്? ഭാരതത്തിന് പുറത്തു മാത്രം പ്രചാരത്തിലുള്ള ദ്രാവിഡ ഭാഷ കുർഗ്, മാൽത്തോ, ഗൊന്ത്, ബ്രാഹുയി. കുർഗ്, മാൽത്തോ, ഗൊന്ത്, ബ്രാഹുയി. ഉത്തരം ബ്രാഹുയിയാണ്. പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഉപയോഗിച്ചു വരുന്ന ഉത്തര ദ്രാവിഡത്തിൽപ്പെടുന്നൊരു ഭാഷയാണ് ഈ ബ്രാഹുയി എന്ന് പറയുന്നത്. അതുപോലെ മറ്റ് പറഞ്ഞിരിക്കുന്ന ഭാഷകൾ കുർഗ്, മാൽത്തോ അതും ഉത്തര ദ്രാവിഡത്തിൽ തന്നെ പെടുന്നവ തന്നെയാണ്. പക്ഷേ നമ്മുടെ തെക്കേ ഇന്ത്യയിലും മറ്റുമാണ് ഈ ഭാഷകൾ വരുന്നത് എന്നുകൊണ്ടാണ് ഭാരതത്തിന് പുറത്തു വരുന്നതായിട്ടുള്ള ബ്രാഹുയെ നമ്മൾ എടുക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണെന്ന് ഓർക്കണം. അടുത്ത ചോദ്യം, ന്യൂനത്വേ അധമം എന്ന ലീലാതിലക സൂത്രമനുസരിച്ച് ന്യൂനമായിരിക്കുന്നത്, ന്യൂനത്വേ അധമം എന്ന ലീലാതിലക സൂത്രമനുസരിച്ച് ന്യൂനമായിരിക്കുന്നത് കേരള ഭാഷ, രസം, സംസ്കൃതം, കേരള ഭാഷയും രസവും. കേരള ഭാഷ, രസം, സംസ്കൃതം, കേരള ഭാഷയും രസവും. ഉത്തരം കേരള ഭാഷയും രസവും എന്നാണ്. നമ്മൾ ലീലാതിലകം നോക്കുമ്പോൾ അവിടെ മണിപ്രവാളത്തെ തിരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 9 തിരിച്ചിരിക്കുന്നത്. ഉത്തമം എന്ന വിഭാഗത്തിൽ ഒരെണ്ണം, 2 ഉത്തമകൽപ്പങ്ങൾ, അതുപോലെ മധ്യമം, പിന്നെ മധ്യമകൽപ്പം 4 അധമം. ഇങ്ങനെയാണ് അതിനെ 9 തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സംസ്കൃതം, രസം, കേരള ഭാഷ, അതുപോലെ വാച്യാർത്ഥം, ഇവയുടെ ഒരു എന്താ പറയുക, ഒരു ഗ്രാഫ് നോക്കിയിട്ട്, അതായത് കൂടിയതേത് കുറഞ്ഞതേത്, അങ്ങനെയാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. അടുത്ത ചോദ്യം, ലീലാതിലകത്തിൽ മലയാള സംജ്ഞ പ്രയോഗിച്ചിട്ടുണ്ടോ? കുറച്ച് മുൻപ് ഞാൻ ഈ ചോദ്യം പറഞ്ഞിരുന്നു. ലീലാതിലകത്തിൽ മലയാള സംജ്ഞ പ്രയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരു പ്രാവശ്യം. 2ാം ശില്പം 18ാം സൂത്രത്തിൽ മാത്രം പല പ്രാവശ്യം. ഉത്തരം ഇല്ല എന്നുള്ളതാണ്. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു കേരള ഭാഷ, ചോള ഭാഷ, തമിഴ്. കേരള ഭാഷ, ചോള ഭാഷ, തമിഴ് എന്നാണ് 3 പദങ്ങൾ മലയാളത്തിന് നേരെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, നമ്പ്യാൻ തമിഴിൻ്റെ സവിശേഷത. നമ്പ്യാൻ തമിഴിൻ്റെ സവിശേഷത വിഭക്ത്യന്ത ഭാഷാപദങ്ങൾ, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ, മോന, അന്താദി പ്രാസത്തിൻ്റെ സാന്നിധ്യം. ഉത്തരം വിഭക്ത്യന്ത ഭാഷാപദങ്ങളാണ്. വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് നമ്പ്യാൻ തമിഴിനെ മണിപ്രവാളത്തിൽ ഉൾപ്പെടുത്താത്തത്. അടുത്ത ചോദ്യം, ഒരു തരം നാനാർത്ഥവും പ്രയോഗഭേദങ്ങളും വിവരിക്കുന്ന നിഘണ്ടുവാണ് തെസോറസ്. ഒരു തരം നാനാർത്ഥവും പ്രയോഗഭേദങ്ങളും വിവരിക്കുന്ന നിഘണ്ടുവാണ് തെസോറസ്. പൂർണ്ണമായും ശരി, പൂർണ്ണമായും തെറ്റ്, ഭാഗികമായി ശരി, നാനാർത്ഥ നിഘണ്ടു മാത്രം, ഭാഗികമായി ശരി, പ്രയോഗഭേദം കൊടുക്കുന്നു. ഉത്തരം പൂർണ്ണമായും ശരി എന്നുള്ളതാണ്. നാനാർത്ഥവും
പ്രയോഗഭേദങ്ങളും വിവരിക്കുന്ന നിഘണ്ടുവാണ് തെസോറസ്. അടുത്ത ചോദ്യം, സ്വനാധിഷ്ഠിത രൂപങ്ങൾ ഫോണോളജിക്കലി കണ്ടീഷൻഡ് അലോമോർഫ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ അർ, മാർ, കൾ. ഓപ്ഷൻ ബി തു, ഇ. ഓപ്ഷൻ സി ക്, ഉ. ഓപ്ഷൻ ഡി അൻ, ഇ. ഉത്തരം ഇക്ക്, ഉ എന്നാണ്. വിൽ, തു, വിറ്റു ആകുന്നതിൻ്റെ വ്യാകരണപരമായ അടിസ്ഥാനമെന്ത് എന്നതാണ് അടുത്ത ചോദ്യം. വിൽ, തു, വിറ്റു ആകുന്നതിൻ്റെ വ്യാകരണപരമായ അടിസ്ഥാനം എന്ത്? വിനാമക്രിയ, ദ്വിത്വസന്ധി, നികീർണകർതൃകം, കാരിതീകരണം. വിനാമക്രിയ, ദ്വിത്വസന്ധി, നികീർണകർതൃകം, കാരിതീകരണം. ഉത്തരം വിനാമക്രിയയാണ്. ഉത്തരം വിനാമക്രിയ. അടുത്ത ചോദ്യം, സമർത്ഥനായ ഇത് ഏത് ഭേദക വിഭാഗത്തിലാണ് പെടുന്നത്? സമർത്ഥനായ എന്നുള്ളത് ഏത് ഭേദകത്തിൻ്റെ വിഭാഗത്തിലാണ് വരുന്നത്? സാങ്ക്യം, വിഭാവകം, സാർവനാമികം, ശുദ്ധം. സാങ്ക്യം, വിഭാവകം, സാർവനാമികം, ശുദ്ധം. ഉത്തരം വിഭാവകമാണ്. ഉത്തരം വിഭാവകം. ഇവിടെ നൽകിയിരിക്കുന്ന സംഖ്യയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങളാണ് സാങ്ക്യം എന്ന് വരുന്നത്. ഭേദകം എന്ന് പറഞ്ഞാൽ വിശേഷണമാണ്. അതുപോലെ തന്നെ സർവനാമങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് സാർവനാമികമായി മാറുന്നു. ഇവിടെ വിഭാവകം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ വ്യക്തിയോ അവരുടെ സ്വഭാവം വിശദീകരിക്കുന്ന ഭേദകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് വിഭാവകം. അതായത് പഠിക്കുന്ന കുട്ടി, സുന്ദരനായ കുട്ടി, മിടുക്കനായ കുട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭേദകത്തിലാണ്. ശുദ്ധം എന്ന് പറയുമ്പോൾ ചെറിയ വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരു കൂട്ടത്തെ പറയുന്ന, അതായത് ചെറുപയർ അതിനോട് കൂടെ ചേരുമ്പോൾ അല്ലാതെ നിൽക്കുമ്പോൾ അതിന് വേറെ വിശേഷണത്തിന് വേറെ ഒരർത്ഥവും കാണുന്നില്ല. ചെറു, വൻ പയർ, ചെറുപയർ അങ്ങനെയൊക്കെ വരുന്നതാണ് ശുദ്ധത്തിൽ പെടുന്നത്. അടുത്ത ചോദ്യം, പരിമിത സ്വനിമം, മാർജിനൽ ഫൊണീം. പരിമിത സ്വനിമം, മാർജിനൽ ഫൊണീം എന്നത് ഏതാനും സാഹചര്യങ്ങളിൽ മാത്രം വ്യത്യയം പ്രദർശിപ്പിക്കുന്നത്, ഒരു ഉപസ്വനം മാത്രമുള്ളത്, പരകീയ പദങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നത്, മറ്റു സ്വനിമങ്ങളെപ്പോലെ പ്രത്യക്ഷവൽക്കരണവും വിതരണവും ഇല്ലാത്തത്. പരിമിത സ്വനിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാനും സാഹചര്യങ്ങളിൽ മാത്രം വ്യത്യയം പ്രദർശിപ്പിക്കുന്നതാണ് പരിമിത സ്വനിമം അല്ലെങ്കിൽ മാർജിനൽ ഫൊണീം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൂത്തിലും കൂടിയാട്ടത്തിലും വിദൂഷകൻ ചൊല്ലുന്ന പ്രതിശ്ലോകങ്ങളുടെ ഭാഷ എന്ത്? സംസ്കൃതം, പ്രാകൃതം, സംസ്കൃതവും മലയാളവും ഇടകലർന്നത്, തമിഴും മലയാളവും ഇടകലർന്നത്. കൂത്തിലും കൂടിയാട്ടത്തിലും വിദൂഷകൻ ചൊല്ലുന്ന പ്രതിശ്ലോകങ്ങളുടെ ഭാഷ. ഉത്തരം സംസ്കൃതവും മലയാളവും ഇടകലർന്നത് എന്നതാണ്. സംസ്കൃതവും മലയാളവും ഇടകലർന്നത്. അടുത്ത ചോദ്യം, ഭാഷാപദങ്ങളോട് സംസ്കൃത പ്രത്യയം ചേർത്തുണ്ടാക്കുന്ന രൂപങ്ങൾക്ക് ലീലാതിലകകാരൻ നൽകുന്ന പേര്. ഭാഷാപദങ്ങളോട് സംസ്കൃത പ്രത്യയം ചേർത്തുണ്ടാക്കുന്ന രൂപങ്ങൾക്ക് ലീലാതിലകകാരൻ നൽകുന്ന പേര്. തൽഭവം, സംസ്കൃതീകൃതം, തത്സമം, സംസ്കൃത ഭവം. തൽഭവം, സംസ്കൃതീകൃതം, തത്സമം, സംസ്കൃതകൃത ഭവം. ഉത്തരം സംസ്കൃതീകൃതം. സംസ്കൃതീകൃതം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സംശ്ലിഷ്ട കക്ഷിയിൽപ്പെട്ട ഭാഷ. സംശ്ലിഷ്ട കക്ഷിയിൽപ്പെട്ട ഭാഷ. സംസ്കൃതം, ഇംഗ്ലീഷ്, ചൈനീസ്, തമിഴ്. സംസ്കൃതം,
ഇംഗ്ലീഷ്, ചൈനീസ്, തമിഴ്. ഉത്തരം തമിഴാണ്. സംസ്കൃതം വൈകൃത കക്ഷിയിലാണ് പെടുന്നത്. ഇംഗ്ലീഷ് വൈകൃത കക്ഷിയിലും അപഗ്രഥിത കക്ഷിയിലും പെടുന്നു. ചൈനീസ് പ്രാകൃത കക്ഷിയിലുള്ള ഭാഷയാണ്. മലയാളം സംശ്ലിഷ്ട കക്ഷിയിലാണ് ഉൾപ്പെടുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. അടുത്ത ചോദ്യം, വിനയച്ചത്തെ ഭേദകമായി ഉപയോഗിച്ചാൽ അത്. വിനയച്ചത്തെ ഭേദകമായി ഉപയോഗിച്ചാൽ അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സാർവനാമികം, ക്രിയാങ്കജം, നാമാങ്കജം, പാരിമാണികം. പേരച്ചം വിനയച്ചം എന്നാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും. ക്രിയയുടെ അടിസ്ഥാനത്തിൽ, അത് പൂർണ്ണമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേരച്ചമെന്നും വിനയച്ചമെന്നും പറയുന്നത്. അതിൽ തന്നെ ക്രിയയ്ക്കൊപ്പം, അതായത് ഒരു പേരിനൊപ്പമാണ് ഒരു ക്രിയ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ പേരച്ചം എന്ന് പറയുന്നു. അതായത് ഓടുന്ന കുട്ടി, ചാടിയ കുതിര, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പേരച്ചമാണ്. കുതിരയ്ക്ക് മുൻപിൽ പൂർണ്ണമാകാത്ത അപൂർണ ക്രിയകളെയാണ് പേരച്ചം വിനയച്ചമെന്ന് തിരിച്ചിരിക്കുന്നത്. മറ്റൊരു ക്രിയയെയോ നാമത്തെയോ ആശ്രയിച്ച് നിൽക്കുന്ന വിശേഷണങ്ങളായി നിൽക്കുന്ന ക്രിയകളാണ് പറ്റുവിന എന്ന് വ്യാകരണത്തിൽ അറിയപ്പെടുന്നത്. മുറ്റുവിനയും പറ്റുവിനയുമായിട്ടാണ് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ പറ്റുവിനയാണ് പേരച്ചം വിനയച്ചമെന്ന് തിരിച്ചിരിക്കുന്നത്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല ഇപ്പോൾ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. അടുത്ത ചോദ്യം, ഉത്തര ദ്രാവിഡ ശാഖയിൽപ്പെട്ട ഒരു ഭാഷ. തുളു, കൊങ്ങിണി, ബ്രാഹുയി, പ്രാകൃതം. ഉത്തര ദ്രാവിഡ ശാഖയിൽപ്പെട്ടതാണ് ചോദിച്ചത്. ഉത്തരം ബ്രാഹുയിയാണ്. ഒരുപാട് തവണ ഈ ചോദ്യം ആവർത്തിച്ചതാണ്, ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഏതാണ് സ്വതന്ത്ര പരിവർത്തനം, ഫ്രീ വേരിയേഷൻ ആയിട്ട് പരിഗണിക്കാവുന്നത്? സ്വതന്ത്ര പരിവർത്തനം. പുക, പുക. പോകാൻ, പോവാൻ. ഞാൻ, എൻ. മഷി, മൈ. പുക, പുക. പോകാൻ, പോവാൻ. ഇവിടെ ഉത്തരമായിട്ട് വരിക പോകാൻ, പോവാനാണ്. സ്വതന്ത്ര പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾക്ക് രണ്ട് വിധത്തിൽ ഉച്ചാരണങ്ങൾ വരാം. ഈ രണ്ട് ഉച്ചാരണങ്ങളും കൃത്യമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് കൂടിയാണ്. ഉദാഹരണം, തെച്ചി, തെറ്റി. ചുവപ്പ്, ചുമപ്പ്. നമ്മൾ രണ്ടും ചുമപ്പ്, റെഡ് എന്നുള്ള കളറിന് നമ്മൾ എടുക്കാറുണ്ട്. തെച്ചി എന്ന് പറഞ്ഞ പുഷ്പത്തിന് നമ്മൾ തെറ്റി എന്ന് പറയാറുണ്ട്. ആകാം, ആവാം, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ സ്വതന്ത്ര പരിവർത്തനത്തിൽ വരാറുണ്ട്. അപ്പോഴവിടെ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാവുക എന്നും കൂടി നോക്കണം. രണ്ടും ഒരു അർത്ഥം തന്നെയായിരിക്കും തരുന്നത്. അടുത്ത ചോദ്യം, മലയാള ഭാഷാ പരിണാമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നീച രാജഭാഷയെക്കുറിച്ച് പരാമർശിച്ചത് ആരാണ്? മലയാള ഭാഷാ പരിണാമത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നീചരാജഭാഷയെക്കുറിച്ച് പരാമർശിച്ചത് CL ആൻ്റണി, ആറ്റൂർ കൃഷ്ണ പിഷാരടി, LVR, K ഗോദവർമ്മ. ഉത്തരം CL ആൻ്റണിയാണ്. നേരത്തെ പറഞ്ഞിരുന്നു, സാഹിത്യചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്ന കൃതിയിൽ ഭാഷാഗദ്യം എന്ന ഒരു ഭാഗത്താണ് ഭാഷാ സംക്രമണവാദം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം എന്നൊക്കെ തിരിച്ചിരിക്കുന്ന ഭാഷയുടെ പരിണാമത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നീചരാജഭാഷയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അടുത്ത ചോദ്യം, മലയാളിയായ ഒരാൾ ആദ്യമായി മലയാളത്തിൽ എഴുതിയ മലയാള വ്യാകരണ ഗ്രന്ഥം ഏതാണ്? മലയാളിയായ ഒരാൾ ആദ്യമായി മലയാളത്തിൽ എഴുതിയ മലയാള വ്യാകരണ ഗ്രന്ഥം. കേരള ഭാഷാ വ്യാകരണം, മലയാള ഭാഷാ വ്യാകരണം, വ്യാകരണം ചോദ്യോത്തരം,
മലയാഴ്മയുടെ വ്യാകരണം? ഉത്തരം മലയാഴ്മയുടെ വ്യാകരണമാണ്. എഴുതിയത് ജോർജ് മാത്തനാണ്. ജോർജ് മാത്തനാണ് മലയാഴ്മയുടെ വ്യാകരണം എഴുതിയിരിക്കുന്നത്. കേരള ഭാഷാ വ്യാകരണം എഴുതിയത് പാച്ചുമൂത്തതാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം EVN നമ്പൂതിരിയും ഇതേ പേരിൽ വ്യാകരണം എഴുതിയിട്ടുണ്ട്. മലയാള ഭാഷാ വ്യാകരണം ഗുണ്ടർട്ട് ആണ് എഴുതിയിരിക്കുന്നത്, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. വ്യാകരണം ചോദ്യോത്തരം ഗാർത്ത് വെയ്റ്റിൻ്റെ പുസ്തകമാണ് വ്യാകരണം ചോദ്യോത്തരം. അടുത്ത ചോദ്യം, സംസ്കൃതവും ദക്ഷിണേന്ത്യൻ ഭാഷകളും ഏകഗോത്രകമല്ലെന്ന് നിരീക്ഷിച്ച പ്രഥമ പണ്ഡിതൻ. സംസ്കൃതവും ദക്ഷിണേന്ത്യൻ ഭാഷകളും ഏകഗോത്രകമല്ലെന്ന് നിരീക്ഷിച്ച പ്രഥമ പണ്ഡിതൻ. കാൾഡ്വെൽ, FW എല്ലിസ്, AD കാമ്പൽ, ഷൂൾ ബ്ലോക്ക്. കാൾഡ്വെൽ, FW എല്ലിസ്, AD കാമ്പൽ, ഷൂൾ ബ്ലോക്ക്. ഉത്തരം FW എല്ലിസ് ആണ്. FW എല്ലിസ്. അടുത്ത ചോദ്യം, ദക്ഷിണ ദ്രാവിഡ ശാഖയിൽപ്പെട്ട ഭാഷകളുടെ ശരിയായ പട്ടിക ഏതാ? ദക്ഷിണ ദ്രാവിഡ ശാഖയിൽപ്പെട്ട ഭാഷകളുടെ ശരിയായ പട്ടിക. തമിഴ് മലയാളം കൊടക് തോത, തെലുങ്ക് കൊടക് തുളു ഗോണ്ടി, തമിഴ് മലയാളം തെലുങ്ക് മാൽത്തോ, കന്നഡ കുയി കുവി തെലുങ്ക്. ഉത്തരം തമിഴ് മലയാളം കൊടക് തോത എന്ന ഗണമാണ്. ദക്ഷിണ ദ്രാവിഡ ശാഖയിലെ ഭാഷകളാണ്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ചോദ്യം പല രീതിയിൽ വരുന്നുണ്ട്. തമിഴ് മലയാളം കൊടക് തോതയാണ് ദക്ഷിണ ദ്രാവിഡ ഭാഷയിലുള്ളത്. മറ്റുള്ളവ കന്നഡ, തുളു, ബെല്ലാരി, കോട, ഇരുള, ബടക തുടങ്ങിയവയാണ്. തമിഴ്, കന്നഡ, മലയാളം, തോത, ബെല്ലാരി, തുളു, ഇരുള, ബടക, കോട, കൊടക് എന്നിവയാണ് ദക്ഷിണ ദ്രാവിഡ ഭാഷകളിലെ പ്രധാനപ്പെട്ടവ. അടുത്ത ചോദ്യം ഭാഷോൽപത്തിവാദങ്ങളെക്കുറിച്ചുള്ളതാണ്. ചേരുംപടിയാണ്. സംസ്കൃതം അനാദി. സംസ്കൃത ഹിമഗിരി ഗളിത. ദ്രാവിഡ ഭാഷകൾ സംസ്കൃതജന്യമല്ല. സംസ്കൃതവും തമിഴും കലർന്ന മിശ്ര ഭാഷയിൽ നിന്ന് മലയാള ഭാഷോൽപത്തി. സംസ്കൃതം അനാദി എന്ന് പറഞ്ഞിരിക്കുന്നത് വടക്കങ്കൂർ രാജരാജവർമ്മ. സംസ്കൃത ഹിമഗിരി ഗളിത കേരള കൗമുദിയിൽ കോവുണ്ണി നെടുങ്ങാടിയാണ്. ദ്രാവിഡ ഭാഷകൾ സംസ്കൃതജന്യമല്ല എന്ന് പറഞ്ഞത് ലീലാതിലകകാരനാണ്. സംസ്കൃതവും തമിഴും കലർന്ന മിശ്ര ഭാഷയിൽ നിന്ന് മലയാള ഭാഷോൽപത്തി എന്ന് അഭിപ്രായപ്പെട്ടത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങളിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, പുരാണകഥകൾ സദസ്സിൽ വിസ്തരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ് നമ്പ്യാൻ തമിഴ്, നങ്ങ്യാർ തമിഴ്, ഭാഷാമിശ്രം, തമിഴ് കവി. ഉത്തരം നമ്പ്യാൻ തമിഴാണ്. നമ്പ്യാൻ തമിഴിനെ തന്നെ മാർദ്ദംഗികന്മാരുടെ തമിഴ് എന്നുകൂടിയൊരു പേരുണ്ട്. നമ്പ്യാൻ തമിഴ് പുരാണകഥകൾ സദസ്സിൽ വിസ്തരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയാണ്. ഇവിടെ വിഭക്ത്യന്ത സംസ്കൃത പദം ഇല്ലാത്തതുകൊണ്ട് ഇത് ലീലാതിലകകാരൻ മണിപ്രവാള വിഭാഗത്തിൽ പെടുത്തുന്നില്ല. മറ്റൊരു കാര്യം, അവരാണ് ഇത് അവതരിപ്പിക്കുന്നത്. കൂത്തിനും പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്പ്യാൻ തമിഴാണ് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ആര്യച്ചിതവ് തട്ടിയ പദങ്ങൾ നമ്പ്യാൻ തമിഴിലാണ് ഉപയോഗിക്കുന്നത്. അതായത് സംസ്കൃതത്തിൽ നിന്നും തദ്ഭവമായിട്ട് ദ്രാവിഡ ഭാഷയിലേക്ക് മാറ്റി എഴുതുന്ന പദങ്ങളെയാണ് ആര്യച്ചിതവ് തട്ടിയ പദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള
പദങ്ങൾ വരുന്നത് കൂടിയാണ് ഈ നമ്പ്യാൻ തമിഴ്. അടുത്ത ചോദ്യം, മലയാള ഭാഷോൽപത്തി ചർച്ചയിൽ ഉപശാഖാവാദം കൊണ്ടുവന്നതാര്? മലയാള ഭാഷോൽപത്തി ചർച്ചയിൽ ഉപശാഖാവാദം കൊണ്ടുവന്നത് കാൾഡ്വൽ, AR രാജരാജവർമ്മ, LVR, P ശങ്കരൻ നമ്പ്യാർ. ഉത്തരം കാൾഡ്വലാണ്. കാൾഡ്വൽ കൊണ്ടുവരുന്നു. പിന്നീട് അത് വിശദീകരിച്ചത് AR രാജരാജവർമ്മയാണ്. അടുത്ത ചോദ്യം, മണിപ്രവാളത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയെ സൂചിപ്പിക്കാൻ ലീലാതിലകകാരൻ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾ ഉൾപ്പെടുന്ന പട്ടിക. നമ്പ്യാൻ തമിഴ്, അപകൃഷ്ട ഭാഷ, മലനാട്ട് തമിഴ്, തമിഴ്, കേരള ഭാഷ, ഭാഷ, മലയാൻ തമിഴ്, കേരള ഭാഷ, ഭാഷാമിശ്രം, സാപകൃഷ്ട ഭാഷ, പാണ്ഡ്യഭാഷ, കേരള ഭാഷ. ഇങ്ങനെയാണ് 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്. ഉത്തരം തമിഴ്, കേരള ഭാഷ, ഭാഷ എന്നിങ്ങനെയാണ്. ഇവിടെ പറഞ്ഞിരുന്നു തമിഴ്, കേരള ഭാഷ, ചോള ഭാഷ, അങ്ങനെ കണ്ടാലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നോർക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യ ഒരു ഭാഷാ മേഖലയാണെന്ന് നിരീക്ഷിച്ച പണ്ഡിതൻ. ഇന്ത്യ ഒരു ഭാഷാ മേഖലയാണെന്ന് നിരീക്ഷിച്ച പണ്ഡിതൻ ആര്? MB എമനോ, T ബറോ, റോബർട്ട് കാൾഡ്വൽ, M ആൻഡ്രനോവ്. MB എമിനോ, T ബറോ, റോബർട്ട് കാൾഡ്വൽ, M ആൻഡ്രനോവ്. ഉത്തരം MB എമിനോ ആണ്. അടുത്ത ചോദ്യം, പൂർവ്വ കേരള ഭാഷയുടെ കർത്താവ്. പൂർവ്വ കേരള ഭാഷയുടെ കർത്താവ് ആര്? NR ഗോപിനാഥപിള്ള, KM പ്രഭാകര വാര്യർ, എടമരത്തു സെബാസ്റ്റ്യൻ, K സുകുമാരപിള്ള. ഉത്തരം KM പ്രഭാകര വാര്യരാണ്. KM പ്രഭാകര വാര്യർ. അടുത്ത ചോദ്യം കാര്യം കാരണമാണ്. കാര്യം, നമ്പ്യാൻ തമിഴ് മണിപ്രവാളമല്ല. കാരണം വിഭക്ത്യന്ത സംസ്കൃത പദം നിർബന്ധമല്ല, ശൃംഗാരാദി രസങ്ങളില്ല, ഭാഷാപദങ്ങളുടെ ന്യൂനത്വം, സംസ്കൃത പദാധിക്യം. ഉത്തരം നമ്പ്യാൻ തമിഴ് മണിപ്രവാളമല്ല. കാരണം വിഭക്ത്യന്ത സംസ്കൃത പദം നിർബന്ധമല്ല, ശൃംഗാരാദി രസങ്ങളില്ല. 2 കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, സന്ദർഭേ സംസ്കൃതി കൃതാച്ച എന്ന സൂത്രത്തിലെ സന്ദർഭത്തിന് അർത്ഥമെന്ത്? സന്ദർഭേ സംസ്കൃതി കൃതാച്ച എന്ന സൂത്രത്തിലെ സന്ദർഭത്തിൻ്റെ അർത്ഥമെന്ത്? നല്ല നല്ല സന്ദർഭങ്ങൾ, പുരാണ കഥാസന്ദർഭങ്ങൾ, കാവ്യനാടകാദി സന്ദർഭങ്ങൾ, കഥാകഥന സന്ദർഭങ്ങൾ. ഉത്തരം കാവ്യ നാടകാദി സന്ദർഭങ്ങൾ എന്നതാണ്. കാവ്യ നാടകാദി സന്ദർഭങ്ങൾ. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. ജോർജ് മാത്തൻ, ഫ്രോൺ മേയർ, റോബർട്ട് ഡ്രമ്മണ്ട്, പാച്ചുമൂത്തത്. പട്ടിക 2-ൽ എ പ്രോഗ്രസീവ് ഗ്രാമർ ഓഫ് മലയാളം, ഗ്രാമർ ഓഫ് മലബാർ ലാംഗ്വേജ്, മലയാഴ്മയുടെ വ്യാകരണം, മലയാള ഭാഷാ വ്യാകരണം, കേരള ഭാഷാ വ്യാകരണം. ജോർജ് മാത്തൻ്റേതായി നേരത്തെ പറഞ്ഞിരുന്നു, മലയാളത്തിലെഴുതിയ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള മലയാഴ്മയുടെ വ്യാകരണം. ഫ്രോൺ മേയർ, എ പ്രോഗ്രസീവ് ഗ്രാമർ ഓഫ് മലയാളം, എ പ്രോഗ്രസീവ് ഗ്രാമർ ഓഫ് മലയാളം. റോബർട്ട് ഡ്രമ്മണ്ട്, ഗ്രാമർ ഓഫ് മലബാർ ലാംഗ്വേജ്, ഗ്രാമർ ഓഫ് മലബാർ ലാംഗ്വേജ്. പാച്ചുമുത്തതിൻ്റെയാണ് കേരള ഭാഷാ വ്യാകരണം. അടുത്ത ചോദ്യം, മലയാളവും തമിഴും തമ്മിലുള്ള ഔപപത്തിക ബന്ധം സൂചിപ്പിച്ച പ്രഥമ പണ്ഡിതൻ. മലയാളവും തമിഴും തമ്മിലുള്ള ഔപപത്തിക ബന്ധം സൂചിപ്പിച്ച പ്രഥമ പണ്ഡിതൻ ആര്? റോബർട്ട് കാൾഡ്വൽ, ഹെർമൻ ഗുണ്ടർട്ട്, ലീലാതിലകകാരൻ, FW എല്ലിസ്. ഉത്തരം റോബർട്ട് കാൾഡ്വലാണ്. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്, ദ്രാവിഡ ഭാഷകളുടെ തുലനാത്മക വ്യാകരണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൃതി.
1856 ആ കൃതി പുറത്തു വരുന്നത്. തമിഴിൻ്റെ ഉപഭാഷയാണ് മലയാളം എന്നുള്ള രീതിയാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഗവേഷണ ബിരുദത്തിന് വേണ്ടി സമർപ്പിച്ച പ്രബന്ധം ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി, ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം, ദ്രവീഡിയൻ ലാംഗ്വേജസ്, ഗ്രാമാറ്റിക്കൽ തിയറീസ് ഇൻ മലയാളം. ഉത്തരം ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളമാണ്. അത് കെ ഗോദവർമ്മ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി മലയാളത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾ PhD നേടുന്നത് ഈ ഒരു കാര്യത്തിനാണ്, ഇൻഡോ ആര്യൻ ലോൺ വേർഡ്സ് ഇൻ മലയാളം. അത് മലയാളം പ്രബന്ധമല്ല എന്നുകൂടി ഓർക്കണം. ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി എന്നുള്ളത് LVR ആണ്. അതുപോലെ ഇവല്യൂഷൻ ഓഫ് മലയാളം എന്നുള്ളത് AC ശേഖറാണ്. ഗ്രാമാറ്റിക്കൽ തിയറീസ് ഇൻ മലയാളം KN എഴുത്തച്ഛനാണ്. ദ്രവീഡിയൻ ലാംഗ്വേജസ് എന്നുള്ള കൃതി ബദ്രിരാജ് കൃഷ്ണമൂർത്തിയുടെയാണ്. B കൃഷ്ണമൂർത്തിയുടേതാണ്. ബദ്രിരാജു കൃഷ്ണമൂർത്തി യഥാർത്ഥ നാമത്തിൽ. അടുത്ത ചോദ്യം, കാര്യകാരണമാണ്. ദക്ഷിണ ദ്രാവിഡ ശാഖയ്ക്ക് വ്യതിരിക്തതയുണ്ട്. കാരണം പൂർവ്വദ്രാവിഡത്തിലെ ഉകാരം, സംവൃതം, വിവൃതം എന്ന് രണ്ടായി പിരിഞ്ഞ് സ്വനിമത്തം ആർജിച്ചിരിക്കുന്നു. കാര്യം ശരി, കാരണം തെറ്റ്. കാര്യവും കാരണവും ശരി, കാര്യം കാരണത്തിന് യോജിക്കുന്നില്ല. ദക്ഷിണ ദ്രാവിഡ ശാഖയ്ക്ക് വ്യതിരിക്തതയുണ്ട്. കാരണമായി തന്നത് പൂർവ്വദ്രാവിഡത്തിലെ ഉകാരം, സംവൃതം എന്നു രണ്ടായി പിരിഞ്ഞ് സ്വനിമത്തം ആർജിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കാര്യം കാരണത്തിന് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. മൂലദ്രാവിഡ ഭാഷയിൽ നിന്ന് വേർതിരിഞ്ഞപ്പോൾ സ്വനിമത്തം ആർജിച്ചതാണ് ദക്ഷിണ ദ്രാവിഡ ഭാഷയ്ക്ക് എന്നുള്ളതാണ്. ഇവിടെ പൂർവ്വദ്രാവിഡം എന്നാണ് പറഞ്ഞത്, അങ്ങനെയല്ല, മൂലദ്രാവിഡ ഭാഷയിൽ നിന്നാണ് വേർതിരിഞ്ഞത്. അടുത്ത ചോദ്യം, രസപ്രാധാന്യേ സാമ്യേച്ഛ, രസപ്രാധാന്യേ സാമ്യേച്ഛ എന്ന സൂത്രത്തിലെ ച ശബ്ദം കൊണ്ടുദ്ദേശിക്കുന്നത് എന്താണ്? ച ശബ്ദം കൊണ്ടുദ്ദേശിക്കുന്നത് എന്ത്? ഉത്തമം, ഉത്തമകൽപ്പം, മധ്യമം, മധ്യമകൽപ്പം. ഉത്തരം ഉത്തമകൽപ്പമാണ്. അടുത്ത ചോദ്യം, ഗ്രാമറിൻ ലീലാതിലകം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? കുറച്ചു മുമ്പ് ഞാനത് പറഞ്ഞിരുന്നു, ഈ ചോദ്യം വരുന്നുവെന്ന്. ഗ്രാമറിൻ ലീലാതിലകം LVR, AC ശേഖർ, K ഗോദവർമ്മ, KN എഴുത്തച്ഛൻ. ഉത്തരം LV രാമസ്വാമി അയ്യർ അഥവാ LVR ആണ്. അടുത്ത ചോദ്യം, മലയാളം എന്ന പദം ഭാഷാനാമമായി പ്രയോഗിച്ചിട്ടുള്ള പ്രഥമ കൃതി ഏതാ? മലയാളം എന്ന പദം ഭാഷാനാമമായി ഉപയോഗിച്ച പ്രഥമ കൃതി പെരിയ പുരാണം, ലീലാതിലകം, മലയാള ഭാഷാ വ്യാകരണം, ഭീമേശ്വര പുരാണമു. ഉത്തരം ഭീമേശ്വര പുരാണമു ആണ്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. ഭാഷാ സംക്രമണവാദം, ഉപശാഖാവാദം, പൂർവ്വ തമിഴ് മലയാളവാദം, മിശ്ര ഭാഷാവാദം. ഭാഷാ സംക്രമണവാദം, ഉപശാഖാവാദം, പൂർവ്വ തമിഴ് മലയാളവാദം, മിശ്ര ഭാഷാവാദം. പട്ടിക 2 LV രാമസ്വാമി അയ്യർ, CL ആൻ്റണി, ഇളംകുളം, ആറ്റൂർ, SV ഷൺമുഖം. ഭാഷാ സംക്രമണവാദം CL ആൻ്റണിയാണ്. ഉപശാഖാവാദം LVR. പൂർവ്വ തമിഴ് മലയാളവാദം മുന്നോട്ട് വച്ചത് SV ഷൺമുഖം. മിശ്രഭാഷാവാദം ഇളംകുളത്തിൻ്റേതാണ്. അടുത്ത ചോദ്യം ചേരുംപടി തന്നെയാണ്. BH കൃഷ്ണമൂർത്തി, VI സുബ്രഹ്മണ്യൻ, എമിനിയോ ആൻബെറോ, KM പ്രഭാകര വാര്യർ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ബദ്രിരാജു, അതാണ് കൃഷ്ണമൂർത്തി. VI സുബ്രഹ്മണ്യം, എമിനോ ആൻബെറോ, KM പ്രഭാകര വാര്യർ. പട്ടിക 2 സ്റ്റഡീസ് ഇൻ മലയാളം ഗ്രാമർ, ദ ദ്രവീഡിയൻ ലാംഗ്വേജസ്,
ഡയലക്റ്റ് സർവേ ഓഫ് മലയാളം, ദ്രവീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറി, ദ എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി. ഇതിൽ BH കൃഷ്ണമൂർത്തിയുടേത് ദ ദ്രവീഡിയൻ ലാംഗ്വേജസ് ആണ്. VI സുബ്രഹ്മണ്യം ഡയലക്റ്റ് സർവേ ഓഫ് മലയാളം. എമിനോയും ബെറോയും ഓഫ് കോഴ്സ് അവരെന്താണ് ദ്രവീഡിയൻ എറ്റിമോളജിക്കൽ ഡിക്ഷണറിയാണ്. KM പ്രഭാകര വാര്യരുടേതാണ് സ്റ്റഡീസ് ഇൻ മലയാളം ഗ്രാമർ. അടുത്ത ചോദ്യം, ക്ലാസിക്കൽ പദവിയുള്ള ദ്രാവിഡ ഭാഷ തമിഴ് മാത്രം, കന്നഡ, തെലുങ്ക്, തമിഴും കന്നഡയും തെലുങ്കും, തമിഴും മലയാളവും. ഉത്തരം, ഈ ചോദ്യം ക്യാൻസൽ ചെയ്തു പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ മുൻപത്തെ ചോദ്യമാണ്. ഇപ്പോൾ തമിഴ്, കന്നഡ, തെലുങ്ക്, മലയാളം 2013 മെയ് 23 ക്ലാസിക്കൽ പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസിക്കൽ പദവിയുള്ള ദ്രാവിഡ ഭാഷയിൽ മലയാളവും ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, നമ്പ്യാൻ തമിഴ് മണിപ്രവാളമല്ല, എന്തുകൊണ്ട്? വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളില്ല, ആര്യചിതൈവ് രൂപങ്ങളുണ്ട്, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങളുടെ സുലഭത, പുരുഷഭേദ പ്രത്യയങ്ങൾ കാണുന്നു. ഉത്തരം, വിഭക്ത്യന്ത സംസ്കൃത പദങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും തിരിച്ചും മറിച്ചും തരുന്നൊരു ചോദ്യമാണ്. അടുത്തത് കാര്യം കാരണമാണ്. കാൾഡ്വെലാണ് ദ്രാവിഡ ഗോത്ര സങ്കല്പം അവതരിപ്പിച്ചതെന്ന ധാരണ പരിഷ്കരിക്കപ്പെടുന്നു. കാരണം എല്ലിസിൻ്റെ ദ്രാവിഡ ഭാഷാ ഗവേഷണ സംഭാവന കാൾഡ്വെൽ സാരമായി ഗൗനിക്കുന്നില്ല. ഉത്തരം, കാര്യവും കാരണവും ശരിയാണ് എന്നതാണ്. കാൾഡ്വെലാണ് ദ്രാവിഡ ഗോത്ര സങ്കല്പം അവതരിപ്പിച്ചതെന്ന ധാരണ പരിഷ്കരിക്കപ്പെടുന്നു. അദ്ദേഹമല്ല, അതിനു മുൻപേ ഒരു പ്രബന്ധത്തിൽ എല്ലിസാണ്, FW എല്ലിസാണ് അത് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലിസിൻ്റെ ദ്രാവിഡ ഭാഷാ ഗവേഷണ സംഭാവന കാൾഡ്വെൽ സാരമായി ഗൗനിക്കുന്നില്ല. ശരിയാണ്. അടുത്ത ചോദ്യം, കാര്യം കാരണമാണ്. ആലത്തൂർ മണിപ്രവാളം കേരള പഠനത്തിന് വിലപ്പെട്ടതാണ്. കാര്യം, ആലത്തൂർ മണിപ്രവാളം കേരള പഠനത്തിന് വിലപ്പെട്ടതാണ്. കാരണം ഭാഷാ ചരിത്രത്തിന് കൂടിയേ തീരൂ, സാഹിത്യ ചരിത്രത്തിൽ പ്രധാനമാണ്, കേരള വൈദ്യ പാരമ്പര്യം വെളിവാക്കുന്നു, ദേശചരിത്ര പഠനത്തിന് ആവശ്യമുണ്ട്. ഉത്തരം, കേരള വൈദ്യ പാരമ്പര്യം വെളിവാക്കുന്നു എന്നതാണ്. ഇതിൽ രസന്യൂനത്വം കൊണ്ട് ലീലാതിലകകാരൻ ഇതിനെ അധമ മണിപ്രവാളത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആലത്തൂർ മണിപ്രവാളത്തിനെ ലീലാതിലകകാരൻ അധമ മണിപ്രവാളത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. ഔട്ട്ലൈൻസ് ഓഫ് ദി പ്രോട്ടോ ഹിസ്റ്റോറിക് ക്രോണോളജി ഓഫ് വെസ്റ്റേൺ ഏഷ്യ. ഔട്ട്ലൈൻസ് ഓഫ് ദി പ്രോട്ടോ ഹിസ്റ്റോറിക് ക്രോണോളജി ഓഫ് വെസ്റ്റേൺ ഏഷ്യ, ദ ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി, ലാംഗ്വേജസ് ആൻഡ് നേഷൻസ്, ദ ദ്രവിഡിയൻ പ്രൂഫ് ഇൻ കൊളോണിയൽ മദ്രാസ്. ലാംഗ്വേജസ് ആൻഡ് നേഷൻസ്, ദ ദ്രവിഡിയൻ പ്രൂഫ് ഇൻ കൊളോണിയൽ മദ്രാസ്, ഇവല്യൂഷൻ ഓഫ് മലയാളം. പട്ടിക 2 തോമസ് ട്രോട്ട്മാൻ, AC ശേഖർ, A ബാലകൃഷ്ണപിള്ളൈ, LVR, K ഗോദവർമ്മ. ഉത്തരം, ഔട്ട്ലൈൻസ് ഓഫ് ദ പ്രോട്ടോ ഹിസ്റ്റോറിക് ക്രോണോളജി ഓഫ് വെസ്റ്റേൺ ഏഷ്യ എഴുതിയത് A ബാലകൃഷ്ണപിള്ളയാണ്. ഇവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി LVR, അതുപോലെ ഇവല്യൂഷൻ ഓഫ് മലയാളം AC ശേഖറാണെന്നും അറിയാം. ലാംഗ്വേജസ് ആൻഡ് നേഷൻസ്, ദ ദ്രവിഡിയൻ പ്രൂഫ് ഇൻ കൊളോണിയൽ മദ്രാസ് എഴുതിയത് തോമസ് ട്രൗട്ട്മാൻ. അടുത്ത ചോദ്യം, കൺതടം എന്ന പദത്തിലെ സന്ധി, ലോപസന്ധി, സ്വരസന്ധി, ആദേശസന്ധി, സന്ധിയില്ല. ഉത്തരം, സന്ധിയില്ല. കൺതടത്തിന് സന്ധിയില്ല. അടുത്ത ചോദ്യം, ലീലാതിലകത്തിൽ അധികാക്ഷര നിരൂപണം വരുന്ന ശില്പമേത്? ലീലാതിലകത്തിൽ അധികാക്ഷര നിരൂപണം വരുന്ന ശില്പം. 1-ാം ശില്പം, 2-ാം ശില്പം, 3-ാം ശില്പം, 8-ാം ശില്പം. ഉത്തരം, 2-ാം ശില്പമാണ്. അധികാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഡ, ഇറ്റ,
ഇറ്റ റ ഴ എ ഓ ന. ഇൻഡ ഇറ്റ റ ഴ എ ഓ ന. ഇതാണ് അധികാക്ഷരങ്ങളുടെ ഉദാഹരണം. അടുത്ത ചോദ്യം, എ പ്രോഗ്രസീവ് ഗ്രാമർ ഓഫ് മലയാളം ലാംഗ്വേജ് എഴുതിയത്. എ പ്രോഗ്രസീവ് ഗ്രാമർ ഓഫ് മലയാളം ലാംഗ്വേജ് എഴുതിയത് ജോസഫ് പിറ്റ്, ഡ്രമണ്ട്, ഗുണ്ടർട്ട്, ഫ്രോൺമെയർ. ജോസഫ് പിറ്റ്, ഡ്രമണ്ട്, ഗുണ്ടർട്ട്, ഫ്രോൺമെയർ. ഉത്തരം ഫ്രോൺമെയറാണ്. ഫ്രോൺമെയർ. നമ്മൾ വിദേശികളുടെ വ്യാകരണ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ വരുന്നൊരു കൃതിയാണിത്. ജോസഫ് പിറ്റിൻ്റെ കൃതിയായിട്ട് വരുന്നത് എ ഗ്രാമർ ഓഫ് മലയാളം ലാംഗ്വേജ് ആണ്. ഡ്രമണ്ട്, റോബർട്ട് ഡ്രമണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഗ്രാമർ ഓഫ് ദി മലബാർ ലാംഗ്വേജ് ആണ്. ഗുണ്ടർട്ടിൻ്റെ പിന്നെ അറിയാം മലയാള ഭാഷ വ്യാകരണമാണ്. അടുത്ത ചോദ്യം, ദ്രാവിഡം എന്ന ഭാഷാഗോത്ര സംജ്ഞ ആദ്യമായിട്ട് നൽകിയത് ആരാണ്? ദ്രാവിഡം എന്ന ഭാഷാഗോത്രത്തിൻ്റെ പേര് ആദ്യമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ നൽകിയത് ആര്? ഡോക്ടർ സ്റ്റീവൻസൺ, ഡോക്ടർ ഗുണ്ടർട്ട്, ഡോക്ടർ കാൾഡ്വെൽ, ഷൂൾ ബ്ലേക്ക്. ഉത്തരം ഡോക്ടർ കാൾഡ്വെലാണ്. ഉത്തരം ഡോക്ടർ കാൾഡ്വെൽ. അടുത്ത ചോദ്യം, ഭാഷാഗദ്യ ചരിത്രത്തെ പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം എന്ന് വിഭജിച്ചത് ആര്? തരംതിരിച്ചത് ആരാണ്? പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം. കെ എം ജോർജ്, സി എൽ ആൻ്റണി, എ ആർ രാജരാജവർമ്മ, ഗോദവർമ്മ. ഉത്തരം സി എൽ ആൻ്റണിയാണ്. സി എൽ ആൻ്റണിയാണ്. അടുത്ത ചോദ്യം കാര്യകാരണ ചോദ്യമാണ്. കാര്യം, കർക്കുളം, പൊർച്ചില. കർക്കുളം, പൊർച്ചില ഇവയിൽ ഇർ ആഗമിക്കുന്നു. കാരണം ലനയോഹോ കജപേഷുറഹ എന്ന നിയമമനുസരിച്ച്, റുട്ടോർ ദിത്വം ച എന്ന നിയമമനുസരിച്ച്, ലോനഹ പഞ്ചമേഷു എന്ന നിയമമനുസരിച്ച്. ഇങ്ങനെ 3 നൽകിയിട്ടുണ്ട് കാരണമായിട്ട്. അപ്പോൾ ഇവിടെ കാര്യവും കാരണം ഒന്നാണ് ശരി. ലനയോഹോ കജപേഷുറഹ എന്ന നിയമമനുസരിച്ചാണ് കർക്കുളം, പൊർച്ചില എന്നിൽ ഇർ ആഗമിക്കുന്നത്. ഇവിടെ ലനയോഹോ കജപേഷുറഹ എന്ന് പറഞ്ഞാൽ ല ന. ഇതിനു ശേഷം കച്ചത്തബ, കച്ചത്തബ വന്നാൽ റകാരം ആദേശം വരും, റകാരം ചേർന്ന് വരും എന്നുള്ളതാണ്. ഇവിടെ കച്ചത്തബ അതിനെ പറയുന്നത് കാദികൾ എന്നാണ്. കാദികൾ. അപ്പോൾ ല ന എന്നിവയ്ക്ക് ശേഷം കാദികൾ വന്നാൽ അവിടെ റകാരം വരും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. വ്യാകരണ വിവേകം, മലയാള വ്യാകരണ സമീക്ഷ, മലയാഴ്മയുടെ വ്യാകരണം, മലയാള ഭാഷാ വ്യാകരണം. ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന ശരിയായ ഗണം ഏതെന്നാണ്? വ്യാകരണ വിവേകം എൻ മൂസത്ത്, മലയാള വ്യാകരണ സമീക്ഷ കെ എം പ്രഭാകര വാര്യർ, മലയാഴ്മയുടെ വ്യാകരണം കെ സുകുമാരപിള്ള, മലയാള ഭാഷാ വ്യാകരണം ശേഷഗിരി പ്രഭു. ഇവിടെ നൽകിയിരിക്കുന്നതിൽ 2 തെറ്റാണ്. മലയാഴ്മയുടെ വ്യാകരണം ഞാൻ പറഞ്ഞിരുന്നു ജോർജ് മാത്തൻ്റേതാണ്. മലയാള ഭാഷാ വ്യാകരണം ഗുണ്ടർട്ടിൻ്റേതാണ്. ഇവിടെ നൽകിയിരിക്കുന്നത് ശേഷഗിരി പ്രഭുവാണ്. വ്യാകരണ വിവേകം എൻ മൂസത്തിൻ്റേതാണ്. മലയാള വ്യാകരണ സമീക്ഷ കെ എം പ്രഭാകര വാര്യരുടേതും ആണ്. അടുത്ത ചോദ്യം, മൂലദ്രാവിഡത്തിൽ നിന്ന് ആദ്യമേ വേർതിരിഞ്ഞ് വികസിച്ച ഭാഷ ഏത്? മൂലദ്രാവിഡത്തിൽ നിന്ന് ആദ്യമേ വേർതിരിഞ്ഞ് വികസിച്ച ഭാഷ തമിഴ്, തുളു, കൊടക്, തൊത. ഉത്തരം തുളുവാണ്. ഏറ്റവും അവസാനമായിട്ട് വേർപിരിഞ്ഞത് മലയാളവുമാണ്. ഏറ്റവും ആദ്യം തുളുവാണ്. അടുത്ത ചോദ്യം, ഭാഷോൽപത്തി വിചാരത്തിൽ സംസ്കൃതജന്യവാദം ആദ്യം അവതരിപ്പിച്ചത് ആരാണ്? ഭാഷോൽപത്തിയുടെ വിചാരത്തിൽ സംസ്കൃതജന്യവാദം ആദ്യം അവതരിപ്പിച്ചത് ലീലാതിലകകാരൻ, കോവുണ്ണി നെടുങ്ങാടി, കാൾഡ്വൽ, ശേഷഗിരി പ്രഭു. ഇവിടെ ലീലാതിലകകാരനാണ്. സംസ്കൃതം അനാദി എന്നുള്ള ആ ഒരു പ്രസ്താവന നേരത്തെ ചേരുംപടിയിൽ വന്നിരുന്നു. ഇതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നീട് ഈ ഒരു കാര്യം നിഷേധിക്കപ്പെട്ടിട്ടും ഉണ്ട്. കോവുസ്വാമി വടക്കുവാസു എന്നാണ് സംസ്കൃതജന്യവാദത്തിൻ്റെ
മുന്നോട്ട് വെച്ച ആളുകളുടെ ഒരു കോഡ്. കോവു സ്വാമി എന്ന് വെച്ചാൽ കോവുണ്ണി നെടുങ്ങാടി. പിന്നെ അടുത്ത വരുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ, CV വാസുദേവ ഭട്ടതിരി എന്നിവരാണ്. അടുത്ത ചോദ്യം, തതുത്തമം ഭാഷാരസപ്രാധാന്യേ. ഇവിടെ പ്രാധാന്യം ഏതിനൊക്കെയാണ്? തതുത്തമം ഭാഷാരസപ്രാധാന്യേ. രസത്തിനും വാച്യാർത്ഥത്തിനും, സംസ്കൃതത്തിനും വാച്യാർത്ഥത്തിനും, ഭാഷയ്ക്കും രസത്തിനും, സംസ്കൃതത്തിനും ഭാഷയ്ക്കും. ഉത്തരം, ഇതൊരു ഉത്തമ മണിപ്രവാളമാണ്. അതിൻ്റെ ലക്ഷണമാണ് തതുത്തമം ഭാഷാരസപ്രാധാന്യേ. അതുകൊണ്ട് തന്നെ ഭാഷയ്ക്കും രസത്തിനുമാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അടുത്ത ചോദ്യം കാര്യകാരണമാണ്. കാര്യം, പടക്കളത്തിലെ കകാരം ഇരട്ടിക്കും. പടക്കളത്തിലെ കകാരം ഇരട്ടിക്കും. പടനിലത്തിലെ നകാരം ഇരട്ടിക്കുന്നില്ല. പടനിലത്തിലെ നകാരം ഇരട്ടിക്കുന്നില്ല. കാരണം ഉത്തരപദാദിയിലെ അനുനാസികം ഇരട്ടിക്കില്ല. ഉത്തരപദാദിയിലെ അനുനാസികം ഇരട്ടിക്കില്ല. പടനിലം തൽപുരുഷ സമാസം അല്ല. പടനിലം തൽപുരുഷ സമാസമല്ല. പടനിലം വിശേഷണ വിശേഷ്യങ്ങളുടെ ചേർച്ചയല്ല. പടനിലം വിശേഷണ വിശേഷ്യങ്ങളുടെ ചേർച്ചയല്ല. ഇതിൻ്റെ ഉത്തരം കാര്യം ശരിയാണ്. അതുപോലെ തന്നെ കാരണം എന്നുള്ളത് ഒന്ന് മാത്രമാണ് ശരി വരുന്നത്. ഉത്തരപദാദിയിലെ അനുനാസികം ഇരട്ടിക്കില്ല. ഉത്തരപദാദിയിലെ അനുനാസികം ഇരട്ടിക്കില്ല. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 6 നയങ്ങളുടെ വ്യാപനം, തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പടിപടിയായുള്ള വികാസം, ഭാഷാ സംക്രമണവാദം, ഭാഷാമിശ്രവാദം. CL ആൻ്റണി, ഇളംകുളം, LVR, കേരളപാണിനി, AC ശേഖർ എന്നിവരെയാണ് പട്ടിക 2 നൽകിയിരിക്കുന്നത്. 6 നയങ്ങളുടെ വ്യാപനം എന്ന് കേട്ടാൽ 6 നയങ്ങളുടെ വ്യാപനം കേരളപാണിനിയാണ്. തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് പടിപടിയായുള്ള വികാസം AC ശേഖറിൻ്റേതാണ്. ഭാഷാ സംക്രമണവാദം CL ആൻ്റണി, ഭാഷാ മിശ്രവാദം ഇളംകുളം. അടുത്ത ചോദ്യം ചേരുംപടിയാണ്. പട്ടിക 1 മനുഷ്യഭാഷയുടെ സവിശേഷതകളാണ് നൽകിയിരിക്കുന്നത്. 1 ഭാഷ പ്രചോദനമുക്തമാണ്, സ്റ്റിമുലസ് ഫ്രീ ആണ് എന്നാണ് നൽകിയിരിക്കുന്നത്. 2 ദ്വൈവിധ്യം, ഡ്യുവാലിറ്റി, ദ്വൈവിധ്യം ഡ്യുവാലിറ്റി. ആദേശം ഡിസ്പ്ലേസ്മെൻറ്റ്, ആദേശം ഡിസ്പ്ലേസ്മെൻറ്റ്. തുറവി ഓപ്പൺ എൻഡ്നെസ്, തുറവി ഓപ്പൺ എൻഡഡ്നെസ്. പട്ടിക 2 അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടി ഭാഷാ വിഷയമാക്കാം. 2 എന്ന് എവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചും പറയാം. 3 സ്വന്തം നിലയ്ക്ക് അർത്ഥമില്ലാത്ത ഏതാനും ശബ്ദങ്ങൾ ഉപയോഗിച്ച് അർത്ഥയുക്തമായ കണക്കറ്റ ഭാഷാരൂപങ്ങൾ ഉണ്ടാക്കാം. 4 എന്തും ഏതു പ്രകരണത്തിലും പറയാം. ഭാഷ പ്രചോദനമുക്തമാണ് എന്ന് പറഞ്ഞാൽ എന്തും ഏതു പ്രകരണത്തിലും പറയാം എന്നുള്ളതാണ് ശരി. ദ്വൈവിധ്യം അഥവാ ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞാൽ സ്വന്തം നിലയ്ക്ക് അർത്ഥമില്ലാത്ത ഏതാനും ശബ്ദങ്ങൾ ഉപയോഗിച്ച് അർത്ഥയുക്തമായ കണക്കറ്റ ഭാഷാരൂപങ്ങൾ ഉണ്ടാക്കാം. ആദേശം ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് എവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും പറയാം, എന്ന് എവിടെ സംഭവിച്ച കാര്യത്തെക്കുറിച്ചും പറയാം. തുറവി അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളെ കൂടി ഭാഷാ വിഷയമാക്കാം. ഇത്രയുമാണ് ചേരുംപടിയിലെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ. അടുത്ത ചോദ്യം സ്വരങ്ങളുടെ വർഗീകരണത്തിന് അടിസ്ഥാനം. സ്വരങ്ങളുടെ വർഗീകരണത്തിന് അടിസ്ഥാനം എന്ത്? ശ്വാസപ്രവാഹത്തിൻ്റെ അളവ്, നാവിൻ്റെ മൊത്തത്തിലുള്ള ഉയരം, നാവിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം, ചുണ്ടുകളുടെ വർത്തുളത. ശ്വാസപ്രവാഹത്തിൻ്റെ അളവ്, നാവിൻ്റെ മൊത്തത്തിലുള്ള ഉയരം, നാവിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം, ചുണ്ടുകളുടെ വർത്തുളത. ഉത്തരമെല്ലാം ശരിയാണ്. സ്വരത്തിൻ്റെ വർഗീകരണത്തിന് ഈ 4 കാര്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ വർഗീകരണത്തിന് മാനദണ്ഡമായിട്ട് എടുക്കുന്നത് മാനസ്വരങ്ങളാണ്. കാർഡിനൽ വവൽസ് എന്നാണ് അത് അറിയപ്പെടുന്നത്.
ഡാനിയൽ ജോൺസാണ് മാനസ്വര വ്യവസ്ഥയുടെ പിതാവ്. 8 പ്രഥമമായിട്ടുള്ള സ്വരങ്ങളും അതുപോലെ 12 സെക്കൻഡറി അല്ലെങ്കിൽ ദ്വിതീയയും ആണ് അദ്ദേഹം ആ ഒരു ഗ്രാഫിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വര ഉച്ചാരണത്തിൽ നാവിൻ്റെ ഉയർച്ച താഴ്ചകളെ അടിസ്ഥാനമാക്കിയിട്ട് 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉച്ചം, ഉച്ചന്തരാളം, അധമം, അധമാന്തരാളം. ഉച്ചത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഈയും ഊവാണ്. ഉച്ചാന്തരാളത്തിൽ എ, ഓ. അധമത്തിൽ വരുന്നത് ആ. അധമാന്തരാളത്തിൽ വരുന്നത് എ, ഓ. അതുപോലെ ഈ അവസാനം പറഞ്ഞിരിക്കുന്ന എ എന്നുള്ളത് ദീർഘമുള്ള എ ആണ്. സ്വരോച്ചാരണ വേളയിൽ ചുണ്ടുകളുടെ ആകൃതി അനുസരിച്ചിട്ട് വരുന്നത് 2 രീതിയിലാണ്. വർത്തുളം, അവർത്തുളം. വർത്തുളം, അവർത്തുളം എന്നാണ്. വർത്തുളത്തിൽ ഉ, ഓ. അവർത്തുളം എന്ന് വെച്ചാൽ ചുണ്ടുകൾ കൂർപ്പിക്കാതിരിക്കുന്നതാണ്. അപ്പോഴുണ്ടാകുന്ന ഉച്ചാരണമാണ് ആ, ഇ. അടുത്ത ചോദ്യം, രൂപവിജ്ഞാനീയവും മോർഫോളജി. വാക്യവിജ്ഞാനീയം ചേർന്നാൽ സാമ്പ്രദായിക വ്യാകരണമായി. രൂപവിജ്ഞാനീയവും വാക്യവിജ്ഞാനീയവും ചേർന്നാൽ സാമ്പ്രദായിക വ്യാകരണമായി. ശരി, തെറ്റ്, ഭാഗികമായി ശരി, വർണ്ണവിജ്ഞാനം കൂടി വേണം. ഭാഗികമായി ശരി, ധ്വനിവിജ്ഞാനവും വർണ്ണവിജ്ഞാനവും കൂടി വേണം. ഉത്തരം ശരിയാണ്. ശരി. വിഭക്തി ചേർച്ച പരിശോധിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വിഭക്തി ചേർച്ച പരിശോധിക്കുക. നമ്മൾ ഇരുവരുടെയും സുഹൃത്ത്. നമ്മൾ ഇരുവരുടെയും സുഹൃത്ത് എന്നുള്ള ഒന്നാമത്. രണ്ടാമത് നമ്മൾ ഇരുവരെ പിരിച്ചെഴുതിയിരിക്കുന്നു. നമ്മൾ ഇരുവരുടെയും സുഹൃത്ത്. 1ഉം 2ഉം ശരി, 1ഉം 2ഉം തെറ്റ്. അങ്ങനെയാണ് ഓപ്ഷനിലുള്ളത്. 1ഉം 2ഉം ശരിയാണ്. നമ്മൾ ഇരുവർ എന്ന് കൂട്ടിച്ചേർത്ത് എഴുതിയാലും നമ്മൾ കഴിഞ്ഞിട്ട് ഇരുവർ മറ്റൊരു വാക്കായിട്ട് എഴുതിയാലും ശരിയാണ്. അടുത്ത ചോദ്യം, ഉദ്ദേശികാ വിഭക്തിയുടെ കാരകം. ഉദ്ദേശികാ വിഭക്തിയുടെ കാരകം എന്ത്? സാക്ഷികാരകം, അധികരണകാരകം, കർമ്മകാരകം, സ്വാമികാരകം. ഉത്തരം സ്വാമികാരകമാണ്. ഉദ്ദേശിക പ്രത്യയം വരുന്നത് ഇക്ക്, ഇന് എന്നാണ്. ഇക്ക്, ഇന്, ഉദ്ദേശിക. അടുത്ത ചോദ്യം കാര്യകാരണമാണ്. കാര്യം, മലയാള ഭാഷയെ വികസ്വര ഭാഷയായിട്ടാണ്, വികസിത ഭാഷയായിട്ടല്ല ലീലാതിലകകാരൻ കണ്ടിരുന്നത്. കാരണം ഭാഷ, ദേശഭാഷ, കേരള ഭാഷ, തമിഴ് എന്നിങ്ങനെയാണ് ഇവിടുത്തെ ഭാഷയെ വിളിച്ചിരുന്നത്. നിയതമായ ഒരു ഭാഷാ സംജ്ഞ കൊണ്ടല്ല. 2, ഒരു വികസിത ഭാഷയ്ക്ക് ആവശ്യം വേണ്ട വ്യാകരണ ഗ്രന്ഥമോ നിഘണ്ടുവോ ഇവിടുത്തെ ഭാഷയ്ക്കില്ല. കാര്യം, മലയാള ഭാഷയെ വികസ്വര ഭാഷയായിട്ടാണ്, വികസിത ഭാഷയായിട്ടല്ല ലീലാതിലകകാരൻ കണ്ടതെന്നാണ്. കാര്യവും കാരണവും ശരിയാണ്. ഭാഷ, ദേശഭാഷ, കേരള ഭാഷ, തമിഴ് എങ്ങനെയാണ് ഇവിടുത്തെ ഭാഷയെ വിളിച്ചത്? നിയതമായ ഒരു ഭാഷാ സംജ്ഞ അതിനില്ലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, മലയാളം എന്ന് പറഞ്ഞിരുന്നില്ല. ഒരു വികസിത ഭാഷയ്ക്ക് ആവശ്യം വേണ്ട വ്യാകരണ ഗ്രന്ഥമോ നിഘണ്ടുവോ ഇവിടുത്തെ ഭാഷയ്ക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം ശരി എന്നുള്ളത് വരുന്നത്. അടുത്ത ചോദ്യം, വേപ്പിൻ്റെ കയ്പ് ശമിച്ചിടുമോ എന്നതിലെ അനുപ്രയോഗം. വേപ്പിൻ്റെ കയ്പ് ശമിച്ചിടുമോ എന്നതിലെ അനുപ്രയോഗം എന്ത്? ശമിക്ക, ഓ, കയ്പ്, ഈട്. ഉത്തരം ഈടാണ്. ശമിച്ചിടു എന്ന് പറഞ്ഞാൽ ഈടാണ് അനുപ്രയോഗമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ്രാവിഡ ഭാഷകളുടെ നിരുക്തി നിഘണ്ടു എമിനോയും ബെറോയുമാണ് തയ്യാറാക്കിയത്. അടുത്ത ചോദ്യപേപ്പറിൽ അത് തന്നെയുണ്ട്. അടുത്തത് ഭാഷകളും വാക്കുകളുമാണ്. പട്ടിക 1 കസേര, കക്കൂസ്, കവാത്ത്, സുനാമി. പട്ടിക 2 അറബി, പോർച്ചുഗീസ്, ഡച്ച്, ജാപ്പനീസ്, ഇംഗ്ലീഷ്. കസേര പോർച്ചുഗീസ് വാക്കാണ്. കക്കൂസ് ഡച്ച് വാക്കാണ്. കവാത്ത് അറബിയാണ്. സുനാമി ജാപ്പനീസാണ്. അടുത്ത ചോദ്യം കാര്യകാരണമാണ്. കാൾഡ്വെലാണ് ദ്രാവിഡ ഭാഷാഗോത്ര സങ്കല്പം അവതരിപ്പിച്ചത് എന്ന ധാരണ ശരിയല്ല.
കാരണം ദ്രാവിഡ ഭാഷകളെക്കുറിച്ച് അതിൻ്റെ ഗോത്രബന്ധത്തെക്കുറിച്ച് FW എല്ലിസ് നേരത്തെ എഴുതിയിരുന്നു. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, കാര്യവും കാരണവും ശരിയാണ്. അടുത്ത ചോദ്യം, LVRൻ്റെ കൃതി ഇവല്യൂഷൻ ഓഫ് മലയാളം, ഗ്രാമർ ഇൻ ലീലാതിലകം, ദ്രവീഡിയൻ നൗൺസ്, ദ്രവീഡിയൻ വെർബ് മോർഫോളജി. ഉത്തരം ഗ്രാമർ ഇൻ ലീലാതിലകമാണ്. ഇവല്യൂഷൻ ഓഫ് മലയാളം എന്നുള്ള കൃതി AC ശേഖറിൻ്റേതാണ്. ദ്രവീഡിയൻ നൗൺസ് എ കമ്പാരിറ്റീവ് സ്റ്റഡി വരുന്നത് SV ഷൺമുഖത്തിൻ്റേതായിട്ടാണ്. ദ്രവീഡിയൻ വെർബ് മോർഫോളജി എ കമ്പാരിറ്റീവ് സ്റ്റഡി വരുന്നത് PS സുബ്രഹ്മണ്യമാണ്. ദ്രവീഡിയൻ വെർബ് മോർഫോളജി എ കമ്പാരിറ്റീവ് സ്റ്റഡി PS സുബ്രഹ്മണ്യമാണ്. അടുത്ത ചോദ്യം, തമിഴിനും മലയാളത്തിനും സമാനമായ പൂർവദശ ഉണ്ടായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടത്. തമിഴിനും മലയാളത്തിനും സമാനമായ പൂർവദശ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? കാൾഡ്വെൽ, ഗുണ്ടർട്ട്, കേരള പാണിനി, ഉള്ളൂർ. ഉത്തരം കാൾഡ്വലാണ്. അടുത്തത് ചേരുംപടിയാണ്. കാൾഡ്വൽ, ഇളംകുളം, കേരള പാണിനി, LVR. പട്ടിക 2-ൽ മധ്യകാല തമിഴിൽ നിന്ന് തമിഴിൻ്റെ ഉപശാഖ, മിശ്രഭാഷാവാദം, കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചു, മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ. ഇതിൻ്റെ ഉത്തരം വരിക കാൾഡ്വലാണ്. തമിഴിൻ്റെ ഉപശാഖയാണ് മലയാളം എന്ന് പറഞ്ഞത്. ഇളംകുളമാണ് മിശ്രഭാഷാവാദം മുന്നോട്ട് വച്ചിരിക്കുന്നത്. കേരള പാണിനി കൊടുന്തമിഴ് മലയാളമായി പരിണമിച്ചു. LVR മധ്യകാല തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായത് എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം, ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം എഴുതിയത് ആര്? ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ വ്യാകരണം എഴുതിയത് കാൾഡ്വൽ, ആൻഡ്രനോവ്, കമിൽ സ്വലബിൽ, BH കൃഷ്ണമൂർത്തി. കാൾഡ്വൽ, ആൻഡ്രനോവ്, കമിൽ സ്വലബിൽ, BH കൃഷ്ണമൂർത്തി. എല്ലാം ശരിയാണ്. 4 പേരും താരതമ്യ വ്യാകരണങ്ങൾ എഴുതിയിട്ടുണ്ട്. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ഓർ സൗത്ത് ഇന്ത്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ആണ് കാൾഡ്വൽ, റോബർട്ട് കാൾഡ്വലിൻ്റേതായിട്ട് വരുന്നത്. ഞാൻ മുൻപും അതിൻ്റെ മലയാളവും പറഞ്ഞിരുന്നു. ദ്രാവിഡ ഭാഷകളുടെ തുലനാത്മക വ്യാകരണമാണത്. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ലാംഗ്വേജസ് എഴുതിയത് MS ആന്ത്രനോവാണ്. എ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവീഡിയൻ ലാംഗ്വേജസ്. കമ്പാരിറ്റീവ് ദ്രവീഡിയൻ ഫോണോളജിയാണ് കമിൽ സ്വലബിൾ. കമ്പാരിറ്റീവ് ദ്രവീഡിയൻ ഫോണോളജി, കമിൽ സ്വലബിൾ. എ കമ്പാരിറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, BH കൃഷ്ണമൂർത്തി. എ കമ്പാരിറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി, BH കൃഷ്ണമൂർത്തി. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ പ്രത്യക്ഷത്തെയും അതായത് പെർസെപ്ഷൻ, സങ്കല്പന രൂപീകരണത്തെയും കേന്ദ്രീകരിച്ചുള്ള ഭാഷാ പഠനം ഏത്? മനുഷ്യൻ്റെ പ്രത്യക്ഷത്തെയും സങ്കല്പന രൂപീകരണത്തെയും കേന്ദ്രീകരിച്ചുള്ള ഭാഷാ പഠനം ഏതാണ്? മനോവിജ്ഞാനീയം, ജ്ഞാനഭാഷാശാസ്ത്രം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ്, സാമൂഹിക ഭാഷാശാസ്ത്രം, നരവംശ ഭാഷാശാസ്ത്രം. ഉത്തരം ജ്ഞാനഭാഷാശാസ്ത്രം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. ഇത് മുന്നോട്ട് വെച്ചത് നോം ചോംസ്കിയാണ്. ആദ്യമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചത് നോം ചോംസ്കിയാണ്. അടുത്ത ചോദ്യം, ശ്വാസി നാദി ഭേദത്തിന് കാരണമെന്ത്? ശ്വാസി നാദി ഭേദത്തിന് കാരണം നാവിൻ്റെ ഉയരം, സ്വനതന്ത്രികളുടെ കമ്പനം, വദനഗഹ്വരത്തിൻ്റെ ആകൃതി, ശ്വാസപ്രവാഹത്തിൻ്റെ അളവ്. ഉത്തരം സ്വനതന്ത്രികളുടെ കമ്പനമാണ്. സ്വനതന്ത്രികളുടെ കമ്പനം. അടുത്ത ചോദ്യം, കാര്യം ഭാഷാവിശേഷങ്ങളെ കുറിക്കുന്ന സമഭാഷാ സീമാരേഖകൾ ഐസോഗ്ലോസസ് ദുർഗമ പ്രദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. കാരണം കാര്യമായ ഭാഷാ പരിവർത്തനങ്ങൾ ഉണ്ടാകാത്ത അവശിഷ്ട മേഖലകളാണ് അല്ലെങ്കിൽ റെലിക് ഏരിയകളാണ് ദുർഗമ പ്രദേശങ്ങൾ. ഒന്നുകൂടി പറയാം, ഭാഷാവിശേഷങ്ങളെ കുറിക്കുന്ന സമഭാഷാ സീമാരേഖകൾ ഐസോഗ്ലോസസ് ദുർഗമ പ്രദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു.
കാര്യമായ ഭാഷാ പരിവർത്തനങ്ങൾ ഉണ്ടാകാത്ത അവശിഷ്ട മേഖലകളാണ് ദുർഗമ പ്രദേശങ്ങൾ. രണ്ട് കാര്യവും കാരണവും ശരിയാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ കേന്ദ്ര മധ്യസ്വരം ഏത്? കേന്ദ്ര മധ്യസ്വരം ഏത്? ഉ, ഓ, സംവൃതോകാരം, ആ. ഉ, ഓ, സംവൃതോകാരം. ഉത്തരം സംവൃതോകാരമാണ്. സംവൃതോകാരമാണ്. അടുത്ത ചോദ്യം, നാമങ്ങൾക്ക് ക്രിയയോടുള്ള സംബന്ധമാണ് കാരകം, വിഭക്തി, പ്രയോഗം, ആകാംക്ഷ. നാമങ്ങൾക്ക് ക്രിയയോടുള്ള സംബന്ധമാണ് കാരകം, വിഭക്തി, പ്രയോഗം, ആകാംക്ഷ. ഉത്തരം കാരകമാണ്. ഉത്തരം കാരകം. അടുത്ത ചോദ്യം, മലയാള ഭാഷാ വിജ്ഞാനത്തിന് LV രാമസ്വാമി അയ്യരുടെ സംഭാവന. വിമർശനാത്മക പഠനം ആരുടെ കൃതി? മലയാള ഭാഷാ വിജ്ഞാനത്തിന് LV രാമസ്വാമി അയ്യരുടെ സംഭാവന വിമർശനാത്മക പഠനം ആരുടെ കൃതി? സൗമ്യ ബേബി, കെ ഗോദവർമ്മ, CL ആൻ്റണി, TB വേണുഗോപാല പണിക്കർ. ഉത്തരം സൗമ്യ ബേബിയാണ്. അടുത്ത ചോദ്യം, ചെയ്യുക, ചെയ്യുക മൂന്ന് രൂപങ്ങളും നടുവിനയച്ചങ്ങൾ എന്ന രീതിയിൽ സാധുവാണ്. ചെയ്യുക, ചെയ്യുക മൂന്ന് രൂപങ്ങളും നടുവിനയച്ചങ്ങൾ എന്ന നിലയിൽ സാധുവാണ്. തെറ്റ്, ശരി. ചെയ്യുക എന്നിവ മാത്രം, മാത്രം ശരി. ഉത്തരം എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. വിനയച്ചങ്ങളെ തിരിച്ചിരിക്കുന്നത് 5 6 ആയിട്ടാണ്. അതിൽ ഒന്നാണ് ഈ നടുവിനയച്ചങ്ങൾ എന്നുള്ളത്. അടുത്ത ചോദ്യം, കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ എന്നതിലെ അനുപ്രയോഗം എന്ത്? കണ്ടാലിരക്കുന്ന ജനങ്ങളുണ്ടോ കപ്പാൻ മടിക്കുന്നു തരം വരുമ്പോൾ എന്നതിലെ അനുപ്രയോഗം എന്ത്? ഇരക്കുന്ന, ഉണ്ടോ, കപ്പാൻ, വരും. ഉത്തരം ഉണ്ടോ ആണ്. ഉത്തരം ഉണ്ടോ. അടുത്ത ചോദ്യം, വിണ്ടലം പോലുള്ള സന്ധി രൂപങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ലീലാതിലക സൂത്രം. വിണ്ടലം പോലുള്ള സന്ധി രൂപങ്ങൾ ചിട്ടപ്പെടുത്തുന്ന ലീലാതിലക സൂത്രം ഏത്? ലനയോഹോ കജപേഷുറഹ, നസ്തസ്യട്ടഹ, ലോനെ, റുട്ടോർദിത്വം ച. ഉത്തരം നസ്തസ്യ ടഹയാണ്. നസ്തസ്യ ടഹ നേരത്തെ പറഞ്ഞിരുന്നു. അടുത്ത ചോദ്യം, ആഗമിക സമ്പ്രദായത്തിലുള്ള മലയാള വ്യാകരണ പഠനങ്ങൾ. ആഗമിക സമ്പ്രദായത്തിലുള്ള മലയാള വ്യാകരണ പഠനങ്ങൾ. കേരള പാണിനി, LVR, ആന്ത്രനോവ്, ആഷർ. ആരൊക്കെയാണ് എഴുതിയത് എന്നുള്ളതാണ് ചോദ്യം. ആഗമികമായിട്ടുള്ളതാണ് നമ്മുടെ കേരള പാണിനിയം. അതുകൊണ്ട് കേരള പാണിനി AR ഉണ്ട്. പിന്നീട് LVRും ആന്ത്രനോവുമാണ് എഴുതിയിരിക്കുന്നത്. ആഗമിക സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ബഹുകാലിക രീതിയിൽ ഉള്ള പഠനം നടത്തി എന്നുള്ളതാണ്. വ്യാകരണം ബഹുകാലികമായിട്ട് നടത്തി. അടുത്ത ചോദ്യം കാര്യകാരണമാണ്. പേരച്ചത്തിൽ ലിംഗപ്രത്യയം ചേർന്നാൽ നാമം ആകും. അതിനെ ആഖ്യാത നാമം എന്ന് വിളിക്കുന്നു. പേരച്ചത്തിൽ ലിംഗപ്രത്യയം ചേർന്നാൽ നാമമാകും. അതിനെ ആഖ്യാത നാമമെന്ന് വിളിക്കുന്നു. കാരണം അതിന് വാക്യത്തിൻ്റെ ആഖ്യാതമായി നിന്ന് വിവിധ കാരകങ്ങളോട് അന്വയിക്കാം, എല്ലാ വിഭക്തികളിലും പ്രയോഗിക്കുകയും ചെയ്യാം. അതിന് വാക്യത്തിൻ്റെ ആഖ്യാതമായി നിന്ന് വിവിധ കാരകങ്ങളോട് അന്വയിക്കാം, എല്ലാ വിഭക്തികളിലും പ്രയോഗിക്കുകയും ചെയ്യാം. കാര്യവും കാരണവും ഇവിടെ ശരിയാണ്. കാര്യവും കാരണവും ശരിയാണ്. അടുത്ത ചോദ്യം, ഉത്തരദ്രാവിഡത്തിൽപ്പെടുന്ന ഭാഷകൾ. ഉത്തരദ്രാവിഡത്തിൽപ്പെടുന്ന ഭാഷകൾ ഏതൊക്കെ? ബ്രാഹുയി, കുർഗ്, മാൽത്തോ. ബ്രാഹുയി, നൈക്കി, മാൽത്തോ. ബ്രാഹുയി, കുർഗ്, കോദ. കോലാമി, കുർഗ്, മാൽത്തോ. ഉത്തരം ബ്രാഹുയി, കുർഗ്, മാൽത്തോ ആണ്. ബ്രാഹുയി, കുർഗ്, മാൽത്തോ. ചേരുംപടിയാണ് പട്ടിക 1-ൽ സംസ്കൃതജന്യം, മിശ്രഭാഷാവാദം, മൂലദ്രാവിഡജന്യം, തമിഴ് ജന്യം. പട്ടിക 2-ൽ
AR രാജരാജവർമ്മ, KM ജോർജ്, CL ആൻ്റണി, ഇളംകുളം കുഞ്ഞൻപിള്ള, വടക്കങ്കൂർ രാജരാജവർമ്മ എന്നിവരാണ്. ഇവിടെ ഉത്തരത്തിൽ സംസ്കൃതജന്യം വന്നിരിക്കുന്നത് വടക്കങ്കൂർ രാജരാജവർമ്മയാണ്. മിശ്ര ഭാഷാവാദം ഇളംകുളം കുഞ്ഞൻപിള്ളയാണ്. മൂലദ്രാവിഡജന്യം KM ജോർജാണ്. തമിഴ് ജന്യം AR രാജരാജവർമ്മയാണ്. അടുത്ത ചോദ്യം, മലയാളർ എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ഏത് കൃതിയിലാണ്? മലയാളർ എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ഉണ്ണിയാടി ചരിതം, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, അനന്തപുര വർണ്ണനം. ഉത്തരം ഉണ്ണിയച്ചി ചരിതമാണ്. ഉണ്ണിയച്ചി ചരിതമാണ്. അടുത്ത ചോദ്യം, ആ പട്ടുകര വേഷ്ടിയുടെ പരുത്തി നൂൽ ഭാഗവും രക്തപോഷണം കൊണ്ട് മലിനമായും എല്ലാം കൂടി ഒരു പരിപൂർണ ശോണാംബരമായും തീർന്നിരിക്കുന്നു. ഇതിൽ സമുച്ചയ നിപാത പ്രയോഗത്തിൽ തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ ഏതു ഭാഗം? ആ പട്ടുകര വേഷ്ടിയുടെ പരുത്തിനൂൽ ഭാഗവും രക്തപോഷണം കൊണ്ട് മലിനമായും എല്ലാം കൂടി ഒരു പരിപൂർണ ശോണാംബരമായും തീർന്നിരിക്കുന്നു. ഇതിൽ സമുച്ചയ നിപാത പ്രയോഗത്തിൽ തെറ്റുണ്ടോ? നൂൽഭാഗവും മലിനമായും ശോണാംബരമായും തെറ്റില്ല. ഉത്തരം നൂൽഭാഗവും എന്നുള്ളതാണ്. നൂൽഭാഗം എന്ന് മാത്രമാണ് പ്രയോഗിക്കേണ്ടത്. ഇതിൻ്റെ തുടർച്ചയായുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യാം. ഈ ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.